morning, sir. Morning, Annie. Good morning, sir. Morning, sir. Morning, sir. Morning. Sit down, please. Cheers, Mr. Ravi Maman. My apologies to all of you for the delay. Cheers, Mr. Ravi Maman. So, Vengi, you are... Well, do you see me here, Mr. Ravi? Yes, I do. Okay, then. Let us come to our project. Sorry, it will have to wait. Wait. Yes. Hey, Mr. Nair. What is this? അല്ല രവി, മിസ്റ്റർ വില്യംസ് ചന്ദ്രേട്ടൻ ഈ തൊലി വെളുത്തവന്മാരോടുള്ള അധമത്വം തീർന്നില്ല ഇപ്പോഴും അല്ലേ? Sorry. Look, Mr. Williams. Yes? You are being paid for every fraction of a second you spend here. And not a single penny is due your way so far. So when I ask you to wait, just do that. Shit. Then Vengi, I have requested for an extension. no, rejected. നാളെ നീ സൈറ്റിലുണ്ടാവണം ഏത് സമയത്തും. And you three. Yes. This will not work. വിത്ത് കുത്തിയിട്ടാൽ കുമ്പളം മുളയ്ക്കുന്നത് പോലെ ഡോളർ മുളച്ചു പൊന്തുമെന്ന് കണക്കൂട്ടുന്ന നിങ്ങളുടെ ഈ പ്രോജക്ട് സ്റ്റഡി ഉണ്ടല്ലോ, ഐ വുഡ് കോൾ ഇറ്റ് എ പൈപ്പ് ഡ്രീം. മെരിയാൻ, Sir. go ahead with your payments. Yes, sir. നിനക്ക് നാളെ മുതൽ പണം ഡ്രോ ചെയ്ത് തുടങ്ങാം. ബട്ട് നീ സജസ്റ്റ് ചെയ്ത ഫെർട്ടിലൈസ്ഡ് ഷെയർസ് വി ആർ നോട്ട് ബൈയിങ് ദം. But, sir. നോ ചാൻസ്. മിസ്റ്റർ ഹെയ്ൻസ്, Yeah? ചേട്ടൻ ഒരു അല്പം കൂടെ ഒന്ന് കാത്തിരിക്കേണ്ടി വരും ഫോർ ദ ക്ലൗഡ്സ് ടു ക്ലിയർ. Okay. ഏറിയാൽ ഒരു 3 ആഴ്ച. I'll give you the signals by then. Well, boss, but we have a Shit! Stop this, I say. How dare you, Mr. Ravi? How dare you humiliate me like this? How dare you keep me waiting when you finish with your chumchas? And that too in the presence of such colored creeps. Shut up, you... Look, Mr. Ravi, I will not tolerate this. Never. I am British. I am a British citizen. ഓഹോ, അപ്പൊ അതാണ് നിന്റെ പ്രശ്നം, ദാറ്റ് യു ബ്രിട്ടീഷ്. നിന്റെ നിറം, നിന്റെ ഒടുക്കത്തെ ബ്രിട്ടീഷ് പെരുമ. ജാസ്മിൻ, ആ കള്ളെടുത്ത് മാറ്റാൻ അവന്റെ മുമ്പിൽ നിന്ന്. ആ കള്ളെടുത്ത് മാറ്റാൻ പ്ലീസ്. Yes, sir. Hey, what is this, Mr. Ravi? For you the meeting is over, Mr. Williams. What? I said the meeting is over for you. മീറ്റിംഗ് മാത്രമല്ല, തന്റെ ബ്രിട്ടീഷ് കമ്പനിയും ഞാനുമായിട്ടുള്ള സകലമാന ഇടപാടുകളും ദാ ഇന്ന് ഈ നിമിഷം ഇവിടെ അവസാനിക്കുന്നു. Over forever. You can claim damages. Come on, man. I don't understand you. You don't understand? No, I don't. നിന്റെ മാതൃഭാഷ പറഞ്ഞാൽ പോലും നിനക്ക് മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല പച്ച മലയാളത്തിലാവാൻ കളി. എന്താ മനസ്സിലാവും എനിക്ക്? മലയാളം. What? Come on. Speak my language. Speak in English, man. Yes, I can speak your language, but you cannot. You cannot speak mine. Your language? Any fool can. Well, then you too can. Come on, പറയണം. Can you say അമ്പലപ്പുഴ? Ambulapusha? What is that? പുഴയല്ല സായിപ്പേ, പുഴ. പൂവമ്പഴത്തിനിഴ, അമ്പലപ്പുഴ. എന്താ വഴങ്ങോ തന്റെ താവിന്? What Ambulapusha? Why do you want me to say that? Are you crazy, Mr. Ravi? എടോ സായിപ്പേ, പണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ മഹാരാജ്യം പിടിച്ചടക്കിയപ്പോ ബക്കിംഗ്ഹാമിലെ കെട്ടിലമ്മമാർക്ക് മംഗളപത്രം എഴുതാനും മെക്കാളമാർക്ക് ഗുമസ്തപ്പണി ചെയ്യാനും വേണ്ടി ആംഗലേയം എന്ന സോ കോൾഡ് വിശ്വഭാഷ പഠിച്ചവനാ മലയാളി. മറാഠിക്ക് കണക്കെഴുതാനും മാർവാടിക്ക് പലിശ പെരുക്കാനും പട്ടാളത്തിൽ പഴിക്കാനും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗം ഗ്രഹിക്കാനും സർവോപരി ഭാരത പൗരനാകാനും വേണ്ടി രാഷ്ട്രഭാഷ പഠിച്ചവനാ മലയാളി. സോ നൗ ഇറ്റ്സ് യുവർ ടേൺ. വെറും ഒരു മലയാളി മാത്രമായി എന്റെ സ്ഥാപനത്തില് ശമ്പളവും കമ്മീഷനും ആണ്ടോടാണ്ട് ആർഭാടപ്പണവും പറ്റി ഉണ്ടും കുടിച്ചും പുട്ടടിച്ചും കൂത്താടുന്ന നിനക്ക് എന്റെ ഭാഷ മനസ്സിലാവണം, നല്ല വെണ്ണ പോലെ ദഹിക്കണം, ദാ ഇവരെയൊക്കെ പോലെ. ഇല്ലെങ്കിൽ ദാറ്റ്സ് യുവർ പ്രോബ്ലം. യുവർ പ്രോബ്ലം ഓഫ് അക്യൂട്ട് സെറിബ്രൽ ഇൻഡൈജഷൻ. രവി, പ്ലീസ്, എന്താ ഇത്? കാളചന്ദ്രേട്ടാ, കഴിഞ്ഞതാ ഇവന്റെയൊക്കെ കാലം. ഇംഗ്ലണ്ടിലെ പെട്രോൾ ബങ്കുകളിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ നിന്ന സായിപ്പന്മാര് ഇവിടെ വന്ന് എണ്ണ കമ്പനിയുടെ ചെയർമാനും ജനറൽ മാനേജറും ഒക്കെ ആയിരുന്നത് പണ്ട്. അത് പഴയ കഥ. ഇന്നിപ്പോ ഇവിടത്തുകാർക്കും ആയിപ്പോ വിവരവും വിദ്യാഭ്യാസവും ഒക്കെ. ഇനി അങ്ങോട്ട് ഈ നാട്ടിൽ നിന്ന് പിഴക്കണമെങ്കിൽ ഈ ഇടിപ്പടക്കി പണിയെടുക്കേണ്ടി വരും ഈ ജാതി വെള്ളാനകൾക്ക്. ദാ വായിച്ചില്ലേ ഇവന്റെ പ്രപ്പോസൽസ്? ലണ്ടനിൽ ഇവന്റെ മദർ കൺസേൺ നമ്മുടെ ഓഫ് ഷോർ പ്രോജക്റ്റിൽ മുതലിറക്കണമെങ്കിൽ നമ്മൾ ചെല്ലും ചെലവും കൊടുത്ത് തീറ്റിപ്പോറ്റുന്ന ഈ കുമ്പളപ്പുഴുവിന്റെ മഹത്തായ സേവനം ഇനിയും നമുക്ക് നീട്ടിക്കിട്ടണമെങ്കിൽ, അങ്ങനെ രവി മാമൻ ഗ്രൂപ്പിന് മേൽഗതി ഉണ്ടാവണമെങ്കിൽ ഇതിലുണ്ട് ഇവന്റെ സജഷൻസ്, സോറി കണ്ടീഷൻസ്. അതായത് പകലന്തിയോളം പൊരിവെയിലത്ത് പണിയെടുക്കുന്ന മലയാളിയുടെയും മറ്റിന്ത്യക്കാരന്റെയും ശമ്പളം 4/3 വെട്ടിച്ചുരുക്കണം. വീട്ടുവാടക അലവൻസ് നിർത്തലാക്കണം. അതും പോരാഞ്ഞ് ഇന്ത്യക്കാരന്റെയും കറുത്തവന്റെയും കുഞ്ഞുകുട്ടി പരാധനങ്ങളെ കെട്ടും ഭാണ്ഡവും കെട്ടി രായ്ക്ക് രാമാനം നാട് കടത്തണം. എന്നിട്ട് ഇവന്റെയൊക്കെ സാലറിയും പേർക്സും മറ്റു ബെനിഫിറ്റ്സും പേറ്റ് ചെലവടക്കം ഉയർത്തണം.
പറ്റിയാൽ ഇരട്ടിപ്പിക്കണം. ദാറ്റ്സ് ഇറ്റ്. എടോ മിസ്റ്റർ ആദർ വില്യംസ് ജൂനിയർ, മേലിൽ ഇങ്ങനെ മലയാളിയുടെ അണ്ണാക്കിൽ മണ്ണുവാരി ഇട്ടിട്ട് മലർന്നിരുന്നുണ്ടില്ല നീയൊന്നും. അറ്റ്ലീസ്റ്റ് ഇൻ മൈ ഗ്രൂപ്പ് ഓഫ് കൺസേൺസ്. എന്നാ വെച്ചോ. ആൻഡ് മിസ്റ്റർ വില്യംസ്, യുവർ കോൺട്രാക്ട് സ്റ്റാൻഡ്സ് ടെർമിനേറ്റഡ് ഫ്രം ദിസ് വെരി മൊമെന്റ് ഓൺവേർഡ്സ്. യു കൻ ഗോ. You dirty cheat! സ്റ്റോപ്പ് ദാറ്റ്. ഇപ്പൊ പറഞ്ഞത് മാത്രമല്ല, ഇവരെയൊക്കെ ചൂണ്ടി നീ പറഞ്ഞില്ലേ, ചംചാസ്, സ്റ്റുപ്പിഡ് ഇന്ത്യൻ ഇഡിയറ്റ്സ് ആൻഡ് കളേർഡ് ക്രീപ്സ് എന്നൊക്കെ. ഇനി ഒരൊറ്റ തവണ കൂടെ അത് പറയാൻ നിന്റെ നാവ് പൊന്തിയാലുണ്ടല്ലോ, ചവിട്ടി നിന്റെ കുറുനാവ് പിഴുതെടുക്കാൻ ഞാൻ. Now better you fly back to London or to hell. ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. എന്ന് പറയരുത്. ഇതിൽ കയറിക്കോ. നിങ്ങളിപ്പോ എല്ലാം കൂടി കാക്കോത്തി പറിക്കുമ്പോൾ എന്താണ്? ഞങ്ങളിപ്പോ ഇതിലാ കയറണ്ട. ചേട്ടാ റോഡ് കിങ് കയറിക്കോ. ഇതേ റോഡ് ആദ്യം പോണത് അതാണോ? ഇത് തന്നെ. മൈത്രി പോയി 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് റോഡ് കിങ് പോകും. വണ്ടിക്കാരൻ വരുന്ന ആൾക്കാരെ മൈത്രി കയറ്റി ഒലത്തുന്നോ? ചക്കരേ, അവനോന് മാത്രം പോന്നവർക്ക് നേരെ പൊക്കണം കൈ. എവിടെ പൊക്കണം എവിടെ ഇറക്കണം നിന്നെ പഠിപ്പിക്കുക. ഇയ്യാരാ മനോജ വണ്ടി ഇറങ്ങാം. വിളിച്ചു പറയണ സ്റ്റാൻഡിൽ ആദ്യം പോകുന്ന റോഡ് കിങ് ആണെന്ന്. ഇനി ആർക്കും സംശയം വേണ്ട. സ്റ്റാൻഡിൽ നിന്ന് ആദ്യം പുറപ്പെടുന്ന റോഡ് കിങ് ആണ്. കയറിക്കോ മോനെ, കയറിക്കോ. വണ്ടി എടുക്കണ. വണ്ടി എടുക്കണ, മുന്നോട്ടെടുക്ക്. ഞാനൊന്ന് കാണോ. എന്റെ നെഞ്ചുമലയുടെ ഓടിച്ചു പോടാ എന്റെ റോഡ് കിങ്. വണ്ടി എടുക്കണം. എന്തേ കാലമരനിലെ ആക്സിലേറ്റർമല് വാടാ, വണ്ടി എടുക്കണം. സുൽത്താൻ കുഞ്ഞാക്ക അല്ലേ? അല്ല, സുൽത്താൻ വീട്ടിൽ സക്കീർ ഹുസൈൻ എന്ന കുഞ്ഞാക്ക. മിടുക്കനാണല്ലേ? ഏയ്, ബസ് കണ്ടക്ടറാ. മാറി നിൽക്കണം അങ്ങോട്ട്. ബുദ്ധിമുട്ടാ. 10-21 വയസ്സ് മുതല് ഈ ബസ്സിലും സ്റ്റാൻഡിലും റോട്ടുമലും ഒക്കെ ജീവിച്ചോനാ ഞാൻ. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് മാറാൻ പറഞ്ഞാ മാറാൻ ലേസം ബുദ്ധിമുട്ടാ സാറേ. വെറും ഒരാളല്ല, സ്ഥലം എസ്ഐ, നിയമപാലകൻ എന്ന് മലയാളത്തിൽ ചുരുക്കി പറയും. ആ സ്ഥാനത്തിനൊക്കെ അർഹിക്കുന്ന റെസ്പെക്ട് കൊടുക്കാൻ എനിക്കറിയാം. മുമ്പ് പലർക്കും കൊടുത്തിട്ടുണ്ട്. ചെലക്കുന്നോ? ഇങ്ങോട്ട് മാറി നിൽക്കണം. വേണ്ട, മേത്തോട്ടുള്ള കളി വേണ്ട ചക്കരെ. ഞാൻ ചെലക്കാൻ തുടങ്ങണുള്ളൂ. എല്ലാരും അറിയാൻ വേണ്ടി പറയണം. സർവ്വ നിയമവും ലംഘിച്ച് ബസ്സിലും ബസ് സ്റ്റാൻഡിലും റോട്ടുമലും ഗുണ്ടായുസം കാണിച്ച് നടക്കണ ഈ റോഡിംഗ് ബസിന്റെ മുതലാളിയാണ് ഈ നിൽക്കണ സാജൻ ജോർജ് സാർ. ട്രാഫിക്കിലെ പുകയിലും പൊടിയിലും പൊരുവയിലത്തും പണിയെടുക്കണ എത്രയോ ട്രാഫിക് പോലീസുകാരെയും സബ് ഇൻസ്പെക്ടർമാരെയും കണ്ടിട്ടുള്ളല്ലേ നമ്മള്. നാട്ടുകാരെ നെഞ്ചത്തുമ്പോ കൂടെ ഓടിക്കാൻ ബസ് പോയിട്ട് ചവിട്ടി അടക്കാൻ ഒരു സൈക്കിള് പോലും ഇല്ലാതെ പെൻഷൻ പറ്റി പിരിയുന്ന ആ സാധുക്കളുടെ ഇടയിൽ ഇമാതിരി ബസ് മുതലാളി ഉണ്ടാവണമെങ്കിൽ കൈക്കൂലി, അഴിമതി, പിടിച്ചോറി, സ്വാധീനം, ഗുണ്ടായുസം ഇതൊക്കെ കൊണ്ട് എന്നേ പറ്റുള്ളൂ. വീടും പറമ്പും വിറ്റും കൊള്ളപ്പലിശക്ക് കടമേങ്ങിയും ബസ് സർവീസ് നടത്തി തുലഞ്ഞ ബസ് മുതലാളിമാരെയും ജീവിതം നടു റോട്ടിൽ ഹോമിക്കണ പാവപ്പെട്ട വണ്ടിക്കാരുടെയും മേത്ത് കുതിര കയറാൻ വന്നാലുണ്ടല്ലോ. ബഹുമാനപ്പെട്ട സബ് ഇൻസ്പെക്ടറെ, നിങ്ങള് വണ്ടിപ്പണിക്കാരെ തനി സ്വഭാവം അറിയും, ബസ് സ്റ്റാൻഡിലെ ശരിക്കുള്ള നിയമം അറിയും. തടിയെടുത്താ നിങ്ങളെ തടിക്കാനല്ലത്. വേഗം എടുത്തോളി. ചക്കരെ പോ. പോലീസിനെ വിളിക്കേ. പോലീസ്! അയ്യോ, എന്താ ഇത്?
എന്താടാ നടത്തി കളഞ്ഞേ? തല്ലി തകർക്കുന്നില്ലേ? പൊളിക്കടാ ധൈര്യം ഉണ്ടെങ്കിൽ. എടോ ഉണ്ണിത്താന് തന്റെ കയ്യിൽ 10 കാറ്റുള്ളണ്ടല്ലോ ഇത്രയും പോലീസുകാരെ നിർത്തി താൻ ഷൈൻ ചെയ്യണത്. എടോ തന്റെ പോക്കറ്റിൽ കടലാസ് ഉണ്ടെങ്കിൽ എഴുതി വെച്ചോ 3 മാസം 3 months 3 മാസത്തിനകം മേനോ സാറിനെ പറ്റിച്ച് താൻ ഉണ്ടാക്കിയ ഈ ഹോട്ടൽ ഞാൻ പൊളിച്ചടുക്കിയില്ലെങ്കിൽ ഞാൻ ഈ കൊച്ചുതോമാക്കൊണ്ടായ കുഞ്ഞുമോനല്ല. നോട്ട് അറ്റ് ഓൾ. ഒന്ന് പതുക്കെ പിടി സാറേ, ഞാൻ ഡയലോഗ് ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. 2 പാവപ്പെട്ട തട്ടുകടക്കാരെ പിടിക്കാൻ വേണ്ടിയാണ് ഇക്കണ്ട പോലീസൊക്കെ വന്നേക്കണത്. എന്നാ വിലങ്ങ് പോയി ഇനിയിപ്പൊ അതും കൊണ്ടുവന്നിട്ടില്ലേ? വെയ് ഇവിടെയാണ് അപ്പ കൈ നീട്ടിക്കൊടു. അപ്പ ഇത് നമുക്ക് ദൈവമായിട്ട് കൊണ്ടുവന്ന ഒരു ചാൻസ് ആണ് കേട്ടാ. നമ്മ എറണാകുളത്ത് ജനിച്ചു വളർന്നവരാണെങ്കിലും എറണാകുളത്തെ എല്ലാ സ്ഥലങ്ങളും കണ്ടിട്ടില്ലല്ല. എറണാകുളത്തെ സബ് ജയിലും കാണാൻ കിട്ടിയ ഒരു ചാൻസ് ആണിത്. ഈ ചാൻസ് മിസ്സായ ഇനി ഒരിക്കലും കിട്ടിയാല. ഒരാഴ്ച നമുക്ക് സബ് ജയിലിൽ നടന്ന് കാണാം. നമുക്ക് പോവാം. ഉണ്ണി താനേ ഉണ്ണിയുടെ ഊരിലെ പഞ്ഞ ഞാൻ തീർത്തു തരാം കേട്ടോ. താങ്ക് യു. പീറ്റർ എല്ലാരും ഒന്ന് വിളിച്ചെഴുന്നേപ്പിക്ക്. രാഹുലേ, ശ്യാമേ, എനിക്ക് ആഹാ, ഇതേതാ സ്ഥലം? ഇവിടെ എന്തിനാ വന്നത്? ഇത് നമ്മളുടെ പ്ലാനിലില്ലാത്ത സ്ഥലമല്ലേ? പ്ലാനൊക്കെ വിട്. സ്ഥലം എങ്ങനെയാണെന്ന് പറ. 200 കൊല്ലത്തെ പഴക്കം. നമ്മൾ ആട്ടി ഓടിച്ച സായിപ്പന്മാരുടെ കരവിരുതാ. ഇങ്ങനെ ഒരു സർപ്രൈസ് കരുതി വെച്ചിട്ടായിരുന്നല്ലേ പാട്ടും കൂച്ചും. താങ്ക് യു ബാലട്ടാ ഫോർ ദിസ് സർപ്രൈസ്. എല്ലാ സർപ്രൈസിലും ഒരു സസ്പെൻസ് ഉണ്ട്. അതാണ് എന്റെ ത്രില്ലറാണ്. പെട്ടിയൊക്കെ എടുത്ത് വെക്ക്. ഇനി 2 ദിവസത്തേക്ക് ഇതാണ് നമ്മുടെ സാമ്രാജ്യം. ഈ സ്ഥലം ഏതാന്ന് പറ ബാലേട്ടാ. ഇതൊക്കെ നമ്മുടെ സ്ഥലടാ. എന്ന് വെച്ചാ ബാലേട്ടന്റെ. നിനക്ക് വേണേ നീ എടുത്തു. ശരിക്കും പറ ബാലേട്ടാ, എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഞാനൊരു ഫ്രണ്ടിന്റെ കൂടെ ആദ്യം ഇവിടെ വരുന്നു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് കേട്ടിട്ടില്ലേ? ഞാൻ ഈ വീടുമായിട്ട് അങ്ങ് ലവ് ആയി. പക്ഷെ മോഹവിലയാ. എന്നാലും മടിച്ചില്ല, വാങ്ങിച്ചു. വാവ്, ബാലേട്ടന്റെ സൗന്ദര്യബോധം സമ്മതിച്ചു. യു ആർ ഗ്രേറ്റ്. എല്ലാ റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഗെറ്റ് ഫ്രഷ് വെരി സൂൺ. ഫാസ്റ്റ് വേഗം പണി. ഓക്കേ. പീറ്ററെ, ഭക്ഷണത്തിന് മുമ്പ് എനിക്ക് പ്രാർത്ഥനയൊന്നുമില്ലല്ലോ. ഇല്ല സാർ, അങ്ങനൊന്നുമില്ല. പീറ്റർ ക്രിസ്മസിന് പള്ളി പോവില്ല. പിന്നെ സായപ്പന്മാർക്ക് ഭക്ഷണം ഒരു അനുഷ്ഠാനം പോലെ. സിനിമയിലെ കണ്ടിട്ടില്ലേ? തീൻമേശയ്ക്ക് നല്ല വിഷ്വൽ ബ്യൂട്ടിയാ. ശ്യാമിന് ഈ സ്ഥലം അറിയില്ലേ? അല്ല, അറിയണമല്ലോ. എൻസൈക്ലോപീഡിയ ഈ സീക്വൽ ടു നിന്റെ തലേന്നാണല്ലോ. ഏയ്, അറിയില്ല. ഇതൊക്കെ ബാലേട്ടനെ പോലുള്ള റിയൽ എസ്റ്റേറ്റ് ഡീലേഴ്സിന്റെ ഏരിയ അല്ലേ? അത് ശരിയാ. എന്നാലും ഒന്ന് ഓർത്ത് നോക്ക്. എനിക്കറിയില്ല. ഇല്ലെങ്കിൽ വേണ്ട. എന്റെ പേടി അതല്ല, വല്ല പ്രേതവും ഭൂതവും ഉണ്ടാവുമെന്നാ. സാർ ഇത് വില കൊടുത്ത് വാങ്ങണ്ടായിരുന്നു. ഒരു പ്രേതം ഉണ്ടാവുമെന്ന് എനിക്ക് ഏതായാലും ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. അതേത് പ്രേതം? നിങ്ങൾക്കറിയാം, തോമസ് പുഞ്ചക്കാട്. അതെങ്ങനെ ഇവിടെ വരും? അതങ്ങ് ബീച്ചിലല്ലേ? മരിച്ചോടത്താണ് മക്കളെ പ്രേതങ്ങൾ വസിക്കുന്നത്. കൊന്നവർക്കതറിയില്ലേ? Your fucking drama ends now. അങ്ങ് എന്താണ് ഞങ്ങളെ പറ്റി കരുതിയത്? മൂലകുടി മാറാത്ത പൈതങ്ങളാണെന്നോ? കരുതിക്കുട്ടി ഒരു തീരുമാനം എടുത്ത് അത് നടപ്പിലാക്കിയ ആൺകുട്ടികളാണോ ഞങ്ങള്? തന്നെ പോലെ ഒരു കള്ള പോലീസുകാരന്റെ ഇന്റൻഷൻ തിരിച്ചറിയാൻ ഈ തലയ്ക്ക് ഒരു പ്രയാസമില്ല. വിത്തിൻ സെക്കൻഡ്സ് ആണോ തന്നെ ഞങ്ങൾ ഡീകോഡ് ചെയ്തത്. ഈ ട്രിപ്പോടെ എല്ലാത്തിനും ഒരു എൻഡ്. തന്നെ പോലെ ഞങ്ങളും അത് തന്നെ ആഗ്രഹിച്ചത്. തന്റെ ഡിസിഷൻ ശരിയാ. ഇവിടെയാ സേഫ്. ഇവിടെയാവുമ്പോ തനിക്കും പുഞ്ചക്കാരനും ചെസ് കളിച്ചിരിക്കാം. ബുദ്ധി വികസിക്കും. പ്രേതങ്ങൾക്ക് തമ്മിൽ ശത്രുത ഇല്ലാന്നും കേട്ടിട്ടുണ്ട്. വി ഹാവ് നോ അതർ ഓപ്ഷൻസ്. യു ആർ ടു ഡേഞ്ചറസ്. രാഹുൽ, ശ്യാം, പീറ്റർ ആൻഡ് ചന്തു. തോമസ് പുഞ്ചക്കാടൻ എന്ന പൊളിറ്റിക്കൽ ഡോണിനെ സമർത്ഥമായി തട്ടിക്കൊണ്ടുവന്ന് ഇഞ്ചിഞ്ചായി കൊന്ന് കുരിശിലേറ്റിയ ട്രസ്റ്റഡ് ബ്രൈഡ്സ്, ബോൺ ക്രിമിനൽസ്. നോ, നോട്ട് ക്രിമിനൽസ്. വി ആർ ഓൺലി കമ്പാഷനേറ്റ് ഹ്യൂമൻ ബീയിങ്സ്. ഞങ്ങളെ ക്രിമിനൽസ് വിളിക്കരുത്.
ക്രിമിനൽസ് അല്ലേ പിന്നെ നീയൊക്കെ ആരാടാ? സമാധാനത്തിന് ചെറുകം വീശു വന്ന മാലാഖ കുഞ്ഞുങ്ങളോ? പ്രൊഫഷണൽ കില്ലേഴ്സിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിലായിരുന്നു നിന്റെയൊക്കെ പ്ലാൻഡ് ആക്ഷൻ. സോ ബ്രൂട്ടൽ. കൊല്ലാനും ചാവാനും മടിയില്ലാത്ത പിശാചിന്റെ മക്കൾ. പക്ഷെ നീയൊന്നും ആയിരുന്നല്ല എന്റെ ടാർഗറ്റ്. അവനായിരുന്നു പുഞ്ചക്കാടന്റെ റൈറ്റ് ഹാൻഡ് ജോർജ് ജോസഫ്. അവനെ തേടി പോയപ്പോഴാ നിന്റെ തന്തയ്ക്ക് പുഞ്ചക്കാടൻ ഇഷ്ടദാനം കൊടുത്ത ഈ ബംഗ്ലാവ് ഇടയിൽ വന്ന് പെട്ടത്. ഇതിനൊരു കഥയുണ്ടാവുന്ന കരുതി ഇറങ്ങി പുറപ്പെട്ടതാ ഞാൻ. അനുഭവിക്കാനാണെങ്കിൽ ഒറ്റ എണ്ണം, ഒരു അരവട്ട ചാം. ഹോട്ടൽ ബ്രോഡ്ബെയിനിലെ മ്യൂസിക് നൈറ്റിലെ നിങ്ങളുമായിട്ടുള്ള ഇഷ്യൂ, ഇറ്റ് വാസ് പ്ലാൻ. യു ആർ ആബ്സല്യൂട്ട്ലി റോങ്. നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. തോമസ് പുഞ്ചക്കാരനെ കൊന്നത് ഞങ്ങളല്ല, ലക്ഷങ്ങളാ. ഓപ്പൺ ദി ഫേസ്ബുക്ക്, അപ്പ അറിയാം. അവസരം കിട്ടിയ ഇത്തരം ആന്റി സോഷ്യൽസിനെ ഇനിയും കൊല്ലും ഞങ്ങൾ. തോമസ് പുഞ്ചക്കാടനെയും അവന്റെ അപ്പൻ പുഞ്ചക്കാടനെയും ഞാൻ അറിഞ്ഞ പോലെ അറിഞ്ഞവരല്ല നിങ്ങൾ ആരും. അതിന്റെ റൂട്ടുകളിൽ അവനിൽ തുടങ്ങുകയോ അവനിൽ അവസാനിക്കുകയോ ചെയ്യുന്നില്ല. അവൻ പോയ മറ്റൊരു പുഞ്ചക്കാടൻ, അല്ലെങ്കിൽ ഒരു പുന്നക്കാടൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാടൻ. അവരെ നിയമവും ജനങ്ങളും ചേർന്ന് തച്ച് തകർക്കുകയാണ് വേണ്ടത്. ഇൻഡിവിജ്വൽ റിവെഞ്ച് ഒന്നിനും ഒരു പരിഹാരമല്ല. ചുണ്ടിൽ നിന്ന് അമ്മിഞ്ഞപ്പല്ല മണം മാറാത്ത നിങ്ങൾ ആയുധം എടുക്കുമ്പോൾ തകർന്നു പോകുന്നതും തളർന്നു വീഴുന്നതും ആരാണെന്നറിയോ? ഈ സിസ്റ്റവും സമൂഹമൊന്നും അല്ല. സ്നേഹവും കരുതലും തന്ന് നിങ്ങളെ വളർത്തിയ നിങ്ങളുടെ അച്ഛനമ്മമാരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ്. നിർത്ത്. ഏത് ഭാഗ്യജന്മങ്ങളെ കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്? മാസാമാസം ജർമ്മനിൽ നിന്ന് വന്ന ഡ്രാഫ്റ്റും ഒരു ഫോൺ കോളും, അതാ എനിക്ക് പാരന്റ്സ്. വലിയൊരു വീട്ടിൽ ഒറ്റയ്ക്ക്, കൂട്ടിനൊരു പട്ടിയും. മമ്മയ്ക്ക് അവരുടെ ഡോബർമാനോടാ ഈ മോനേക്കാൾ ഇഷ്ടം. നിങ്ങളെക്കാളും വലിയ പോലീസാ ഡോക്ടർ എന്റെ അച്ഛൻ. ക്രൂരനായ ഇൻവെസ്റ്റിഗേറ്റർ. കുറ്റം മാത്രം കാണുന്ന, ശിക്ഷിക്കാൻ മാത്രം അറിയാവുന്ന ഒരു ഡയറ്റി ഡെവിൾ. ഇനി പറ, ഞങ്ങൾ ക്രിമിനൽസ് ആണോ? കൊല്ലപ്പെട്ടവൻ നല്ലവനാണോ കെട്ടവനാണോ എന്നല്ല നിയമം നോക്കുന്നത്. എന്തിന്റെ പേരിലായാലും ഒരാളെ കൊല്ലുന്നത് കുറ്റകരമാണ്. നിയമം അതിനുള്ള ശിക്ഷ വിധിക്കും. ഒരു പെൺകുട്ടിയെ ക്രൂരമായി റേപ്പ് ചെയ്തു കൊന്ന ചേട്ടന്റെ ഭാഗം പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഇയാൾ ആരുടെങ്കിലും ഭാഗം പറയട്ടെ, നമുക്കെന്താ? ആ പറച്ചിൽ ഇവിടെ കൊണ്ട് തീരണം. ഫിനിഷ് ഹിം ഓഫ്. നിങ്ങളെ പോലെ ഒരാളെ കൊല്ലാൻ മനസ്സുണ്ടായിട്ടല്ല. വെരി സോറി. ഞങ്ങളിലേക്ക് ഒരു റീച്ച് ഔട്ട് നിങ്ങൾ മാത്രമാണ് നടത്തിയത്. അതുകൊണ്ടോ നീ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്ത്? നിന്റെ ഗൺ പോയിന്റിൽ ഞാനിതാ. ടോയ് ഗൺ കൊണ്ട് മകൻ ഷൂട്ട് ചെയ്യുമ്പോൾ ചിരിച്ചുകൊണ്ട് അച്ഛൻ മരണം നടിച്ച് വീഴാറില്ലേ? ആ മനസ്സോടെ ഷൂട്ട്. പലപ്പോഴും നിങ്ങൾ കാണിച്ച ഈ സീനസ് ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ഇനി അപ്ലൈക്ക് സ്കോപ്പില്ല. എന്ത് കാരണത്തിനായാലും ഒരുത്തന്റെയും ഗൺ പോയിന്റിൽ മരണം കാത്തു നിൽക്കില്ല ബാലചന്ദ്രൻ, നിന്റെ മുമ്പിൽ ഒഴികെ. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? എന്തോ കളിക്കുള്ള കോപ്പ് കൂട്ടാ. അതെ, ഒരവസാന കളി. മകനോടുള്ള കടമ നിറവേറ്റാൻ കഴിയാതെ പോയ ഒരു അച്ഛന്റെ കുറ്റബോധം അവസാനിപ്പിക്കാനുള്ള കളി. ചന്തു എന്ന നവീൻ ബാലചന്ദ്രൻ, നിന്റെ പേരിന്റെ കൂടെയുള്ള ബാലചന്ദ്രൻ ഞാനാ. ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാൻ നിങ്ങൾക്കൊരൊറ്റ വിസമതി, അതാണ് ഇംഗ്ലീഷ്. Your thoughts, emotions and ideas flies on the wings of this beautiful language into the hearts of other people.
That is the power of English. That is the power of English. By the way, ഞാൻ ചാർലി, ആംഗ്ലോ ചാർലി, പ്രൊപ്പറേറ്റർ കം CEO of this institution. എന്തായാലും വേണ്ടൂല, നമുക്ക് ഇംഗ്ലീഷ് കേട്ടാലെങ്കിലും മനസ്സിലാവണം. അതെ. പോരാ, നിങ്ങളെ കൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പറയിപ്പിക്കും. ഈ കോഴ്സ് കഴിഞ്ഞിട്ടും സ്വന്തമായി ഇംഗ്ലീഷിൽ ഒരു വാചകം പറയാൻ പറ്റിയില്ലെങ്കിൽ നോക്കിയേ, അടച്ച ഫീസാ തിരിച്ചു തരും. അപ്പൊ കാശ് പോകില്ലെന്ന് ഉറപ്പായി. ഞാൻ അതുദ്ദേശിച്ച് പറഞ്ഞല്ലേട്ടാ. ആ, എന്തായാലും ഫീസ് അടച്ച് ജോയിൻ ചെയ്തോ. അങ്ങാട്ട് കൊടുക്കണം. അപ്പോ ഓൾ ദ ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. പറഞ്ഞേ. ഓൾ ദ ബെസ്റ്റ്. നീ കൂടെ ഓടാപ്പ, ഫീസ് നമ്മ കൊടുക്കാൻ. ബായിക്കറിയാലോ, സ്കൂളിൻ്റെ ഉള്ളിൽ കയറി അപ്പം തന്നെ എനിക്ക് മുള്ളാൻ മുട്ടും. ബായി ചെല്ലി ചെല്ലി. ഭഗവാനെ, എങ്ങനെയെങ്കിലും നന്നായിട്ട് പഠിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. നമ്മ മാഷൊന്നുമല്ല, നിങ്ങളെ പോലത്തെ സ്റ്റുഡൻസ് ആണ്. സൈലൻസ്. ഓ, മാഷ് വന്നു. Sit down, sit down. Sit down. Good morning, everybody. Today we have a new admission. Gentlemen, please introduce yourself. നിങ്ങളെ പരിചയപ്പെടുത്താനാ പറഞ്ഞ. നമ്മ ഇപ്പൊ പരിചയപ്പെട്ടല്ലേ ഉള്ളു മാഷെ. മാഷ് നേരം കളയാണ്ട് നേരത്തെ 5-6 ഇംഗ്ലീഷ് പഠിപ്പിക്കുക. ഇതെന്താ മിമിക്രി പോലെ എളുപ്പമെന്ന് വിചാരിച്ചാ? അതിനൊക്കെ അതിൻ്റെതായ രീതികളുണ്ട്. This is a part of classroom exercise and you have to do it. Come on. നമ്മ മാലിക്, കൊച്ചിക്കാര് ബായിന്ന് വിളിക്കും. ഹാർബറിലാണ് പണി. തരകനാണ്. Sorry, bye. Try in English. ഇംഗ്ലീഷിൽ പറ. ഇംഗ്ലീഷിൽ പറ. ഇംഗ്ലീഷ് അറിയാമെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരണം. Be polite. മര്യാദയ്ക്ക് സംസാരിക്കും. അതിന് നമ്മ മര്യാദ കിടന്നും പറഞ്ഞില്ല പക്ഷേ. ഞാൻ സംസാരിക്കുന്നതിനിടയ്ക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ നിങ്ങൾ എന്നോട് അനുവാദം വാങ്ങിയിരിക്കണം. അതായത് എക്സ്ക്യൂസ് മീ, മേ ഐ എന്നിങ്ങനെ. യു നോ, ഇംഗ്ലീഷ് ഈസ് എ ജെന്റിൽമാൻസ് ലാംഗ്വേജ്. അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അല്ലാണ്ട് തന്റെ മീൻചന്തല ഭാഷയായിട്ട് ഇവിടെ ഇരിക്കരുത് കേട്ടാ. പക്ഷേ നോ, സേ എക്സ്ക്യൂസ് മീ. കം ഓൺ. എക്സ്ക്യൂസ് മീ. യെസ്. ഒന്ന് പുറത്തോട്ട് വരുമോ? മേ ഐ എന്ന് പറഞ്ഞു തുടങ്ങൂ. മേ ഐ. യെസ്. Just a minute. Yes. മാഷെ മീൻ കൂട്ടാറുണ്ടോ? Sardin is my favorite. ചാളയാണ് എനിക്കിഷ്ടം. പിന്നെന്താടാ കൂടെ നിനക്ക് മീൻകാരെ കാണുമ്പോ ഒരു പുച്ഛം. വെറുതെ കോട്ടിട്ട് മാഷാന്ന് പറഞ്ഞ് നടന്നാ പോരാ. പഠിക്കാൻ വരുന്നവന്റെ മനസ്സ് കാണണം. മനസ്സിലായോ? Yes, English is a gentleman's language. പഠിച്ചു കഴിഞ്ഞാ ഇതാണ് പറയുന്നത്, ബായി കൊടുക്കത്ത ബുദ്ധിയാണെന്ന്. മോഹൻ എന്താണ് വിളിച്ചിരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറ ബായി. അയാള് ബായിനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാണ്. നമ്മളെ കൊണ്ട് അതൊന്നും പറ്റൂലടാ. ഈ ഇംഗ്ലീഷ് ഉണ്ടല്ല, ജെന്റിൽമാരുടെ ഭാഷയാണ്. മീൻ്റെ തരവും വിളിച്ച് പറയണത് നമ്മുടെ വയലത് കൊള്ളൂലടാ. അപ്പൊ നമ്മ ഊഹിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ. വണ്ടി എടുത്ത് പോയി. നാളെ മുതൽ ആ ജെന്റിൽമാൻ കട തുറക്കൂല, നമ്മ തുറപ്പിക്കൂല. വണ്ടി എടുത്ത് അതിന് തിരിക്കും. എങ്ങാട്ട് തിരിക്കാൻ? ബ്ലോക്കാണ്ടാ. ബ്ലോക്കായിരുന്നല്ലേ? Just take your car and fuck off. I'll show you, man. I'll show you. I will show you who I am. See, first of all, let me come. I'll show you, man. Just finish. ജെന്റിൽമാൻസ് ആണല്ലോ. I will show you who I am. നിങ്ങൾ അങ്ങോട്ട് മാറിയെന്നതല്ലേ മാന്യന്മാരെ? You take your car and fuck off. ഞാൻ സംസാരിക്കുന്നതിനിടയ്ക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ എക്സ്ക്യൂസ് മീ, മേ ഐ. എക്സ്ക്യൂസ് മീ, മേ ഐ? Yes. ഓടോ.
ഓൾ ദി ബെസ്റ്റ്. പട്ടാച്ചി ഇറങ്ങി പടി നിന്നെ ഇവിടെ കാണാൻ പാടില്ല എന്റെ കൂടെ निकल जा ऐसे പട്ടാജി गो 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 ओए किधर जा रहे तुम लोग हाँ? अबे रतन गो बैक बैक हरी अप वरणम मेजर साहब वेलकम टू माय पार्टी अरे देख विदाउट इनविटेशन आता है हमारी पार्टी में फिर भी हम इसे अपना ऑनरेबल गेस्ट मानते हैं This is my present for you. लो. अरे ये कौन अंजलि बख्तियार ओ भगवान इतंगने ഇവളങ്ങനെ വന്നു മേജർ കൂടെ വാട്ട് എ സർപ്രൈസ് മാൻ ഇതിലെങ്ങനെ വലിയ പെരുത്ത അത്ഭുതമൊന്നും സംഭവിക്കാനില്ല കൃഷ്ണനാരായൺ പട്ട. വേണമെങ്കിൽ നിന്റെ പഴയ പെഷാവർ സുഹൃത്തില്ലേ, പഴയ സെൻട്രൽ സെക്രട്ടറി മാഡം അഞ്ജന ഭക്തിയാർ, ഇവളുടെ അമ്മ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മതി. ഷീ വിൽ ടെൽ യു. ഒരു തവണ അവിടെ പറഞ്ഞു തരും നിനക്കവര് ഇവളെന്താ ഇവിടെ എന്ന്. അരേ ക്യാ ഇന്റലിജന്റ് ഹൈ വാ. എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് മേജറിന്റെ ഈ വരവ് അല്ലേ? ഓക്കെ ഓക്കെ छोड़ो इन बातों को एप्पा इंडा पार्टी स्पॉइल आकर आज सिर्फ मजा करने का दिन है कम ऑन जॉइन अस मेजर करना कुड़ी कैन समथिंग रियली हॉट अरे गेट मेजर साहब द बेस्ट ड्रिंक ऑफ द डे तू तो ज्यादा नाटक कर रहा है कृष्णनारायण भट्टा, बहुत ज्यादा नाटक कर रहा है. क्या क्या बोला मेजर ഒരുപാട് നാടകം കളി വേണ്ടെന്ന്. ये क्या कर रहा है तू समझ में नहीं आ रहा मेजर साहब टेल मी वन थिंग व्हाट डू यू वांट नाउ Look, I just want to tell you that you are an idiot. क्या അതേടാ, ആദ്യം പോർട്ടില് എല്ലാം പിടിച്ചടക്കാൻ നീ അയച്ച കൂലിത്തലുകാരൻ മൻസൂർ, ഹീ പ്രൂവ്ഡ് എ കവർഡ്. പിന്നെ ഇവള് അഞ്ജലി ഭക്തിയാർ, ഇവളെപ്പോ ഒരു സുന്ദരി തടമ്പിനെ അങ്ങോട്ട് വേഷം കെട്ടിച്ചയച്ചാൽ എന്റെ ബിസിനസ് രഹസ്യങ്ങൾ അപ്പാടെ ചോർത്തിയെടുത്ത് വെട്ടി വിഴുങ്ങിക്കളയാമെന്ന് സ്വപ്നം കണ്ട നീ ഒരു ഒന്നാം തരം വിട്ടി. ബേവഖൂഫ് ടു ദ കോർ. സോ ഇനി ഒരിക്കലും ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുമ്പോ ട്രൈ സംതിങ് ബെറ്റർ, ട്രൈ സംതിങ് ബ്രില്യന്റ്. ഓക്കെ? ऐसे कैसे जाएगा तू हैं? सिर्फ बात ही करता और कुछ नहीं करता हैं? मारेगा नहीं मुझको ये मारेगा नहीं हैं? ये मारेगा नहीं. अरे देख डरता ये अरे रतन देख मैं परमिशन दिया इसको लेकिन फिर भी नहीं मारता ये. चल चल get lost. अरे हट कुत्ते गोली में चलाना हट पीछे हट हट हट. अभी तुम डरता है ना? देखो കൃഷ്ണനാരായൺ ഭട്ട, പണ്ട് ബോംബെയിൽ നിന്റെ ഹൃദയം സൂക്ഷിപ്പുകാരനായിരുന്ന ചോട്ടാ ഷംഷീർ ഒരു ഒറ്റവെടി തോക്ക് ഇങ്ങനെ നെഞ്ചത്ത് കുത്തിപ്പിടിച്ചിട്ട് പന്നി ചുട്ടുകളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോ ഒരു സാമ്രാജ്യം വെച്ചൊഴിഞ്ഞ് നാട് വിട്ട് ഓടിപ്പോന്നവനാ നീ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ മറുരാജ്യത്ത് അഭയാർത്ഥിയായി കടന്നുകൂടിയിട്ട് ഇവിടെ ഇരുന്നൂടെ ചെമ്പൂരും മാട്ടുങ്കയും ധാരാവിയും അടക്കി വാഴുന്നു എന്ന് വീമ്പിളക്കുന്ന നിന്നെ കാണുമ്പോ ഐ കൻ സീ ത്രൂ യു. ഐ കൻ സീ ദാറ്റ് യു ആർ സ്കേർഡ് ആൻഡ് ദാറ്റ് യു ആർ സ്റ്റിൽ ടു പ്യൂണി. ഇനി വേണമെങ്കിൽ നിനക്കെന്നെ ഷൂട്ട് ചെയ്യാം. നേർക്ക് നേരെയല്ല, ഇവരെല്ലാം നോക്കി നിൽക്കുമ്പോ ഏതൊരു ഭീരുവും ചെയ്യാൻ ധൈര്യപ്പെടുന്നത് പോലെ യു ക്യാൻ ഷൂട്ട് മീ ഫ്രം ബിഹൈൻഡ്. നിനക്കെന്നെ പിന്നെ വെടിവെക്കാം. ഡു ദാറ്റ് അറ്റ് ലീസ്റ്റ് ഇഫ് യു ഡെയർ. You like him? You like him? Do you really like him? You like him? Well, I don't know. You idiot! You bloody, you like him! ले जाओ इसे! Idiot! बर्बाद कर दिया साले ने! ले जाओ! Yes, sir. He will be taken to task. Come in. Sir.
ആ ഡോർ ബോൾട്ട് ചെയ്യ്. സർ ആ ഡോർ ബോൾട്ട് ചെയ്യാൻ. ഇപ്പൊ കഴിഞ്ഞത് 24ാമത്തെ കോൾ. ഇന്ന് നേരം വെളുത്തപ്പോ മുതൽ നിന്റെ അട്രോസിറ്റീസിന്റെ പേരിൽ ഇനി നാളെ എംപ്ലോയീസ് കോൺഗ്രസിന്റെ വക ഇവിടെയും അങ്ങ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലും പ്രതിഷേധ യോഗം. ഇടുക്കിയിൽ ജോസിന്റെ ഭാര്യയും മക്കളും ഒടുങ്ങിപ്പോയതിന്റെ പേരിൽ അവന്റെ അമ്മയുടെ ആക്ഷൻ കമ്മിറ്റി വക 8 മണിക്കൂർ ഹർത്താൽ. ഇതെല്ലാം പോരാഞ്ഞിട്ട് DJ അടക്കം സകല ഏമാമാരുടെയും തെറികൊണ്ട് അഭിഷേകം എനിക്ക്. നിർലോഭം നീ കാരണം. ബ്രഡി, എടുത്ത് മാറ്റാൻ തന്നെ മോന്തയ്ക്കു. അവന്റെ ഒരു പുച്ഛം. സർ നരി, പുലി, ഇടിയൻ, കടുവ, വലിയ പഥ്യമ നിന്നെ പോലുള്ള പെറ്റി ഓഫീസേഴ്സിനൊക്കെ ഇതുപോലെ ഓരോ ദുഷ്പേര് കേൾപ്പിക്കാൻ, എന്നിട്ട് അതിന്റെ പേരിൽ ഷൈൻ ചെയ്യാൻ, എന്നിട്ട് അതും വെച്ചോണ്ട് കണ്ടവന്റെ മുതുകത്തോട്ട് കുതിര കയറാൻ. അല്ലടാ സാറിന് എന്തിനാണ് സാർ എന്നെ വിളിപ്പിച്ചത്? അത് പറഞ്ഞില്ലല്ലോ ഇതുവരെ. ശബ്ദവൃത്തി സംസാരം എന്നോടല്ല, അത് താഴെ ശിഹാബിനെ പോലുള്ളവരോട്, കൺഫേർഡ് IPS-കാരോട്. അത്ര മതി, കേട്ടല്ലോ? സർ മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചൊരു സ്പെഷ്യൽ അസൈൻമെന്റ് തന്നു എന്ന് വിചാരിച്ചിട്ട് IG-യുടെ IPS-ന്റെ ഒന്നും തലയ്ക്ക് മുകളിൽ ആവരുത അധികാരം. നിന്നെ പോലൊരു പെറ്റി അസിസ്റ്റന്റ് കമ്മീഷണർക്ക്, അത് നരിയായാലും പുലിയായാലും. അല്ലെങ്കിൽ തന്നെ താങ്ങി നിർത്തിയവനെ തള്ളി താഴേക്കിടാൻ എത്ര മണിക്കൂറാണ് നമ്മുടെ സ്റ്റേറ്റ് ചീഫിന്? സർ, ഇറ്റ്സ് നോട്ട് മൈ ബ്ലഡി ബിസിനസ് ടു കൗണ്ട്. ഇപ്പോഴും ഇതെന്താ നീ ഇങ്ങനെ? എന്താണ് നിന്റെ കോംപ്ലക്സ്? എന്തിനാ നിന്റെ ഈ ഫ്രസ്ട്രേഷൻ? കട്ട് ദ റോഡ് സർ. വാട്ട്? ഐ സെഡ് കട്ട് ദ റബ്ബിഷ് പ്ലീസ്. കഷ്ടം. എത്ര ശാസിച്ചാലും ശരി, എത്ര ഉപദേശിച്ചാലും ശരി, അടങ്ങില്ല. ആങ്കർ അൺബ്രൈഡൽ. അത് തന്നെയാ നീ ഇപ്പോഴും എപ്പോഴും. അല്ലടാ? സാർ വിളിപ്പിച്ചത് എന്തിനാണെന്ന് പറഞ്ഞില്ല. വിളിപ്പിച്ച് നീ നന്നാവോ എന്നൊന്ന് ശ്രമിച്ചു നോക്കാൻ, ഒരു ലാസ്റ്റ് ട്രൈ, ഒന്ന് സഹായിക്കാം. നരി, വൃത്തികെട്ടൊരു കേസായിരുന്നു. കണ്ടില്ലേ? ആണും പെണ്ണും കുട്ടിയും കുടുംബമടക്കം ഓരോന്നായിട്ട് തീർത്തോണ്ടിരിക്കാവന്മാര്, ശത്രുഭാഗത്ത് നിൽക്കുന്നവര്, അവരാരൊക്കെയാണെങ്കിലും. സർ, ഹെൽപ്പ് ചെയ്യാൻ തന്നെയാണ് വിളിപ്പിച്ചത്. സ്നേഹം കൊണ്ട്, ചില പഴയ കടപ്പാട്, ഏതെങ്കിലും ബെറ്റർ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രിയോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. നിന്നെ ഒഴിവാക്കി തരാം. യു ജസ്റ്റ് വിഡ്രോ ഓർ റാപ്പ് ഇറ്റ് അപ്പ്. ഇല്ലെങ്കിലോ സർ? ഇല്ലെങ്കിൽ പിന്നെ ജലപാലനെ നീ തല്ലിയ ഇൻസിഡന്റ്, ഫോറസ്റ്റുകാരുടെ സ്റ്റേറ്റ് വൈഡ് പ്രൊട്ടസ്റ്റ്, പിന്നെ നീ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ജോസിന്റെ ഫാമിലി ചത്തുമലച്ച് കുപ്പക്കാട്ടിൽ കിടന്ന അടക്കം, നിന്റെ നൊട്ടോറിറ്റിക്ക് എല്ലാം ചേർത്ത് ഒരു സസ്പെൻഷൻ, ഓർഡർ അടിച്ച് കയ്യിൽ വെച്ച് തരും. തൊപ്പി ഞാൻ ഊരി വെക്കും. തൽക്കാലത്തേക്കായാലും അതിനപ്പുറത്തേക്കായാലും. Then better you do it, sir. എന്താടാ? I said prove your balls. പാട്ടി തന്ത തൊലഞ്ഞു പോലെ റോഡിൽ കിടന്ന് പൊട്ടിത്തെറിക്കണ്ടെന്ന ഒരു ഔദാര്യം കാണിച്ചപ്പോ ബീസ്റ്റ്, അനിമൽ, മൃഗം, നരാധമൻ. നരേന്ദ്രൻ എന്ന സാധാ സബ് ഇൻസ്പെക്ടർക്ക് ബീസ്റ്റ് എന്ന വിളിപ്പേര് കൽപ്പിച്ചത് ഒരു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാ. പണ്ട്, ഒരുപാട് കൊല്ലം മുമ്പ്, പഴയ ഹസൻ മൊയ്തീൻ കസ്റ്റഡി മരണ കേസ്. പറയണോ? പഴയതോരോന്ന് ഓർമ്മിപ്പിക്കണമെന്ന് IPS നോവൈസ് ബാലഗോപാൽ എന്ന് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് ആസ് ട്രെയിനി. നരേന്ദ്രൻ എന്ന പെറ്റി സബ് ഇൻസ്പെക്ടർക്ക് സ്റ്റേഷൻ ചാർജ്. ചട്ടം പഴക്കാൻ ഇപ്പൊ താഴെയായി പോയ കൺഫേർഡ് IPS-കാരൻ മലപ്പുറം ഡെപ്യൂട്ടി SP ഷിഹാബുദ്ദീൻ. അന്ന് നിലമ്പൂരെ പഴയ പറ്റുപടിക്കാരി കെട്ടിലമ്മയുടെ പ്രീഡിഗിരിക്കാരി പുത്രിക്ക് ഒരു കത്ത് കൊടുത്തുപോയ വൈരാഗ്യത്തിന് അവരുടെ റബ്ബർ സ്റ്റേറ്റിന്റെ പുകപ്പുറയെന്ന് ഷീറ്റ് മോഷ്ടിച്ചു വന്ന കള്ളപ്പരാതിയിൽ ഹസൻ മൊയ്തീൻ എന്ന പാവം ഡിഗ്രി വിദ്യാർത്ഥിയെ നിങ്ങൾ ഒരു അർദ്ധരാത്രി കസ്റ്റഡിയിൽ എടുപ്പിച്ചു. എന്റെയും ഷിഹാബിന്റെയും എതിർപ്പിന് കൂസാതെ AR ക്യാമ്പിലെ വിറകുപുരയിൽ നിങ്ങൾ ഹസൻ മൊയ്തീനെ ചോദ്യം ചെയ്തു. ഒരു രാത്രിയും ഒരു പകലും മുഴുവൻ പാവം 19 വയസ്സുകാരനെ ഇരുത്തിയും കിടത്തിയും ഉരുട്ടിയും കീഴ്മേൽ കൊളുത്തിയും ഗരുഡൻ പറത്തിയും ഭേദ്യം. ഒടുവിൽ അസ്ഥാനത്ത് ഒറ്റച്ചവിട്ടിന്റെ കയ്യബദ്ധം. രക്തം വാർന്ന് വീണ് വിളറിപ്പോയ നിരപരാധിയെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചത് സബ് ഇൻസ്പെക്ടർ നരേന്ദ്രൻ, നരാധമൻ, മൃഗം. സ്പെഷ്യൽ ലീവ് എടുത്തവന്റെ ദണ്ണക്കിടക്കയ്ക്ക് കാവൽ നിന്നത് 10 രാവും 10 പകലും നരേന്ദ്രൻ, ദ ബീസ്റ്റ്. 11-ാം പക്കം ഹസൻ മോദിന്റെ ചൂടറങ്ങിപ്പോയ കിളിന്ത് മയ്യത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് കിടത്തുമ്പോ പുറത്ത് മോർച്ചറി വരാന്തയിൽ ഇരുട്ടിൽ ഷിഹാബുദ്ദീൻ ഒരൊറ്റയാൾ സാക്ഷി, ബാലഗോപാൽ എന്ന യങ് ഡെഫ്റ്റ് ഡാഷിംഗ് ഡെബണയർ IPS പുതുമോടിക്കാരൻ നരേന്ദ്രൻ എന്ന പെറ്റി സബ് ഇൻസ്പെക്ടറുടെ ബൂട്ടിട്ട കാലിൽ കെട്ടി വീണ് കരഞ്ഞു. മൂക്കിന് താഴെ രോമം കെളുത്ത ഒരാണും കരയാത്ത പോലെ. അത്ര നാണം കെട്ട്, അത്ര അറപ്പിച്ച്. കഷ്ടിച്ച് 8 മാസം സർവീസ് തികച്ചിട്ടില്ലാത്ത പുത്തൻകൂറ്റുകാരൻ IPS ട്രെയിനിയെ പട്ടം കൈവിട്ടു പോകാതെ സംരക്ഷിച്ചെടുക്കാൻ ഡിപ്പാർട്ട്മെന്റിൽ വർഗബോധമുള്ള അപ്പർ ക്ലാസ് ബുദ്ധിശാലകൾ കച്ചകെട്ടി ഇറങ്ങിയപ്പോ വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ്സും റിപ്പോർട്ട്സും എന്തിന്
ചത്തവന്റെ മൊഴി അടക്കം സകല റെക്കോർഡ്സും കീഴ്മേൽ മറിഞ്ഞു ഒറ്റ ദിവസം കൊണ്ട്. ഒടുവിൽ പെട്ടുപോയത് ഹസൻ മൊയ്ദിനെ കസ്റ്റഡിയിലെടുത്ത സ്റ്റേഷൻ ചാർജുകാരൻ സബ് ഇൻസ്പെക്ടർ നരേന്ദ്രൻ ഒറ്റയ്ക്ക്. ക്ഷമിച്ചത് സത്യം വിളിച്ചു പറയാൻ എന്റെ നാവിന് നട്ടെല്ല് പോരാഞ്ഞിട്ടല്ല, പുറത്തു തന്നത് മനസാക്ഷിക്ക് മലപ്പുറം പോലീസ് ക്യാമ്പിലെ പീരങ്കി മൈതാനത്തിന്റെ വിശാല വിസ്തൃതികൾ കൊണ്ടുമല്ല. നരച്ചു ജലബാധിച്ചൊരു വൃദ്ധന്റെ കണ്ണീരിന് മുന്നിൽ നിശേഷം തോറ്റുപോയത് കൊണ്ട്. അതേടാ, തെരുവിൽ ബോംബ് പൊട്ടി തല തെറിച്ച് തൊലഞ്ഞുപോയ എന്റെ അച്ഛന്റെ പഴയ ചങ്ങാതി, സഹപാഠി, മേലാഫീസർ, റിട്ടയർഡ് SP മാരാർ നിന്റെ തന്ത മുറ്റത്ത് വന്നു മകന്റെ ജീവിതം പിച്ച ചോദിച്ചപ്പോ പറ്റില്ലെന്ന് മുഖമടച്ചാട്ടാനുള്ള പിറവി ദോഷം എനിക്ക് ഇല്ലാതെ പോയി. അച്ഛൻ എന്ന വാക്കിന്റെ അർത്ഥം എനിക്ക് അറിയാവുന്നത് കൊണ്ട്, അച്ഛന്റെ വില അറിയാവുന്നതുകൊണ്ട്. നിനക്കത് ഇല്ലാതെ പോയി ബാലഗോപാല, ഇല്ലാതെ പോയി. കുറ്റം ചെയ്യാതെ ശിക്ഷ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവന് മാറി മാറി കോടതികൾ കയറി ഇറങ്ങാൻ നഷ്ടപ്പെട്ടത് ജീവിതത്തിലെ 10 കൊല്ലം. ഒടുവിൽ കൽപ്പിച്ച് 8 വർഷം കഠിന തടവ്, പിഴ. ഉത്തരവ് വായിച്ചു കേട്ട് കോടതി തിണ്ണയിൽ എന്റെ പാവം വക്കീൽ എന്റെ ഭാര്യ ബോധം കെട്ടി വീഴുമ്പോ അവളുടെ വയറ്റിൽ എന്റെ കുട്ടി ഉണ്ടായിരുന്നു. ഗർഭം തികയാതെ അവൾ പെറ്റുപോയവൻ, നിത്യരോഗി, ഇപ്പോഴും എന്റെ മകൻ. ഒടുവിൽ മേൽക്കോടതി ദയാദാക്ഷിണ്യത്തിൽ കുറ്റവിമുക്തനാക്കും വരെ വിറ്റ് തീറാക്കാൻ ഒരു താലി ചെയിൻ പോലും മിച്ചമില്ലാത്ത ഗതികേടിലും ഒരിക്കലും ഭിക്ഷ യാചിച്ച് ഒരു പൊട്ടിയുടെ മുമ്പിൽ പോയിട്ടില്ല. ഒരു യജമാനന്റെ മുറ്റം ചവിട്ടിയിട്ടില്ല നരേന്ദ്രൻ. പക്ഷെ ഇപ്പൊ നിനക്കെന്നെ സഹായിക്കണമല്ല. ഓർമ്മയുണ്ടോ, ഒരിക്കലൊരു രാത്രി എന്റെ വാടക വീട് അന്വേഷിച്ചു പിടിച്ചു വന്നു SP ബാലഗോപാലൻ. ഞാൻ ജയിലിൽ കിടക്കുമ്പോ എന്റെ ദുരിതം അന്വേഷിക്കാനല്ല, ഭർത്താവ് അകത്തും ചെറുപ്പക്കാരി ഭാര്യ പുറത്തുമായി പോയതിന്റെ ദുഃഖം തീർത്തു കൊടുത്ത് സഹായിക്കാൻ, എന്റെ ഭാര്യയെ ഒപ്പം കിടക്കാൻ ക്ഷണിക്കാനല്ലടാ. അതേടാ, അന്ന് അവൾക്കിത് തരാൻ കെൽപ്പില്ലാതെ പോയി. ഓങ്ങി വെച്ചതാ ഞാൻ ഒരുപാട് കൊല്ലം കൊണ്ട് ഒരു അവസരത്തിന് വേണ്ടി. ഫ്രസ്ട്രേഷൻ തീർക്കണം നിനക്കെന്റെ. എന്റെ കോംപ്ലക്സ് എന്താണെന്ന് അറിയണം നിനക്ക്. അതിനല്ലേ നീ വിളിപ്പിച്ചത്. ഐ ഹാവ് നോ ഫ്രസ്ട്രേഷൻസ്. ഒരു നിരപരാധിയുടെയും രക്തം പുരണ്ടിട്ടില്ല നരേന്ദ്രന്റെ കയ്യില്. എന്നിട്ടും ഒറ്റ മകൻ കസ്റ്റഡിയിൽ മരിച്ച ദുഃഖം ഇനിയും കുടിച്ചു തീർത്തിട്ടില്ലാത്ത ഹസൻ മൊയ്തീന്റെ വൃദ്ധരായ ഉമ്മയ്ക്കും പാപ്പയ്ക്കും എന്റെ തുച്ഛ വരുമാനത്തിൽ നിന്ന് ഇപ്പോഴും മുറതെറ്റാതെ ഒരു തുക എത്തിച്ചു കൊടുക്കുന്നുണ്ട് നരേന്ദ്രൻ. ഓരോ മാസത്തിലും. ഒരു കുറ്റബോധമില്ല നരേന്ദ്രന്. ബട്ട് യു ഹാവ് ഫ്രസ്ട്രേഷൻസ്, യു ആസ്ക് ഇറ്റ്. അതുകൊണ്ടാണ് നീ എന്നെ വിളിപ്പിച്ചത്. പക്ഷെ ബാലഗോപാലൻ, മോർച്ചറിയിൽ ജോസിന്റെ ബോഡി കിടത്തിയതിനപ്പുറം എന്റെ മുന്നിൽ നിൽക്കുമ്പോ അസിസ്റ്റന്റ് പോലീസ് സർജൻ ഡോക്ടർ രത്നകുമാരി, നിന്റെ ഭാര്യ, അവരുടെ മുഖത്ത് ഞാൻ കണ്ട ഭീതി, അന്നൊരു 2 മിനിറ്റ് മാറ്റി നിർത്തി സംസാരിച്ചപ്പോൾ ഞാൻ കേട്ട ചങ്കിടിപ്പ്, അതിനിപ്പോഴും തെളിഞ്ഞിട്ടില്ലാത്ത അർത്ഥങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ പിന്നെ ബാലഗോപാലൻ സാറേ, ഐ വിൽ ഹണ്ട് യു ഡൗൺ. നിന്നെ വേട്ടയാടി പിടിക്കും. നരി, അനിമൽ. അന്ന് നിന്റെ തലയിലിരിക്കുന്ന തൊപ്പി, എന്റെ ഭിക്ഷ, നിന്റെ ഈ IPS, അതിന്റെ അലങ്കാരങ്ങൾ, അക്കലൈറ്റ്സ്, ആലഭാരങ്ങൾ അഴിച്ചു വെപ്പിക്കും നരേന്ദ്രൻ, ഓരോന്നോരോന്നോരോന്നായിട്ട്. അതേടാ, അതിനു മുമ്പ് എന്റെ തൊപ്പി നീ അഴിച്ചു വെപ്പിക്കുമെങ്കിൽ then come on, do it. Prove your balls, you should dare. நான் செஞ்சது தப்பு, இனிமே நான் ஒண்ணு செய்ய மாட்டேன். മാറ്റാനായിട്ട് നീ ഉണ്ടായിട്ട് വേണ്ടടാ അണ്ണാച്ചി ചാമിയാൻ. ആറ് പോത്തുകളും 3 ചീട്ടുകളും വെച്ച് ബെല്ലാരിലെ വ്യാപാരം തുടങ്ങിയാണ് ഞാൻ. എനിക്ക് 6 ലോഡല്ല 6000 ലോഡിന്റെ വ്യാപാരമുണ്ട്. എന്റെ മുടാഞ്ചാലുണ്ടല്ലോ പൈലാട്ടി നൂറ്റളം കണ്ട. നീ എന്തിനു വിചാരിച്ച് ചെക്ക് പോസ്റ്റിലെ മൃഗ ഡോക്ടർക്ക് കായകൾ കൊടുത്ത് എന്റെ പോത്തുകൾക്ക് അന്തരാക്സാണെന്ന് വന്ന് കുത്തിവെച്ച് കൊന്ന ഞാൻ പെട്ടി മടം മുടക്കി കാശിക്ക് വന്ന് വിചാരിച്ച തള്ള നിനക്ക് തെറ്റടേ. ഇത്രയും കാലം എന്റെ പോത്തുകളെ മേടിച്ചോണ്ടിരുന്ന സകല മൊയലാളിമാരെ ഇങ്ങാട്ടി വിളിച്ചു വരുത്തി നല്ല പൊളപ്പം 30 ചെമ്പ് ബിരിയാണി വെച്ച് തീറ്റിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തരായാലും നീ എന്നെ ഇങ്ങാട്ട് വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് നിന്റെ കച്ചവടം പൊട്ടി താക്കോലുമായിട്ടേ ഞാൻ പോണുള്ളൂ. രാജുട്ട എഴുതി വാങ്ങിയിരടെ ഇവന്റെ സാവരെ ജംഗമോ അല്ല. അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മേരെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ. പോടെ 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 പോടെ.
കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇതൊരു നിസ്സാര ഡീലല്ല. ഫോർമാലിറ്റീസ് എല്ലാം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനി അതൊന്ന് ഒഫീഷ്യൽ രേഖയാക്കണം, വസ്തു കൈമാറണം. അതിനെന്തിനാണ് ഭായി തടസ്സം നിൽക്കുന്നതെന്നാ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഇനി ഭായിയും ഹാജിയും തമ്മിലുള്ള പിണക്കമാണ് പ്രശ്നമെങ്കിൽ അത് നമുക്ക് ഇവിടെ തീർക്കണം. പൗലോച്ചായനും ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നതാ. ഭായ്, അതൊക്കെ അങ്ങനെ അങ്ങോട്ട് സലാമത്തായ പിന്നെ കഥയില്ലല്ലോ വക്കീലെ. പിന്നെ അമ്മയും മാളിയക്കൽ സുലൈമാനാജിയും തമ്മിലുള്ള കുടുംബവഴക്ക് തീർക്കാനല്ല നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്, ആണോ? അല്ലല്ലോ. Then tell me, Mr. Malik Bhai, 86 കോടി രൂപ അതാണ് ഈ കെട്ടിടത്തിന് ഞങ്ങൾ ഇട്ടിരിക്കുന്ന വില. അതിലെത്ര ശതമാനം വേണം നിങ്ങൾക്ക്? ഈ കടലുണ്ടല്ലോ, അറബിക്കടൽ, അതിന്റെ വീതം പറ്റുന്നവനാണ് നമ്മൾ. അത്രത്തോളം വരുമൊന്നുമില്ല നിന്റെ ഈ 86 കോടി. ഈ കച്ചവടത്തിന്റെ കാര്യം കണ്ട് വിട്ടേരുന്നത്തെ. ഭായ്, നിങ്ങൾക്കിത് ആവശ്യമില്ലായിരിക്കാം, പക്ഷേ ഈ ഡീല് നടന്നില്ലെങ്കിൽ പൗലോച്ചായനാണ് അത് ബാധിക്കുക. ഇല്ല വക്കീലെ, ഈ കെട്ടിടത്തിന്റെ വെറും കൈവശാവകാശക്കാരനായ പൗലോസ് പുന്നക്കാരൻ ഇത് വിൽക്കാനുള്ള അവകാശമില്ല. അത് അങ്ങോർക്ക് അറിയാം. കള്ളപ്രമാണം ഉണ്ടാക്കി ഇത് വിൽക്കാൻ നോക്കിയ നിങ്ങളെ ഇത് ബാധിക്കും. അതാണ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത്, എല്ലാം കെട്ടിപ്പൂട്ടി പടിയായിക്കോന്ന്. നിങ്ങൾ കേട്ടു. മാലിക് തന്നെയാണ് ആചാര്യ, യജമാനൻ. നിങ്ങ പറയണ പോലെ കൊച്ചിയിലെ ഷെയ്ക്ക്. പക്ഷെ ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥന് ഇത് വിൽക്കാൻ താല്പര്യമില്ല. ഇതിങ്ങനെ തന്നെ നിലനിർത്താനാണ് താല്പര്യം. ഗസാൽ ഇന്ത്യയുടെ യഥാർത്ഥ മുതലാളി. വക്കീലേ, ഒറിജിനൽ പ്രമാണമായിട്ട് ഉടമസ്ഥൻ വന്ന ഒറ്റ ഫോൺ കോളി തീർക്കാവുന്ന കേസ് ചെയ്തുള്ളെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മുടെ കച്ചവടം പൂട്ടിക്കലായിരുന്നല്ല നിങ്ങളുടെ മുന്നിൽ. മൂന്നും കൂടെ ഒന്നിച്ച് വിളിച്ച് തരവും പറഞ്ഞ് നിങ്ങളുടെ കച്ചവടം ഉറപ്പിക്കാനാണ് നമ്മ വെയിറ്റ് ചെയ്തത്. കല്യാണക്കാരല്ലേ? ഞങ്ങൾ കല്യാണ ബ്രോക്കർമാരൊന്നുമല്ല. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞങ്ങൾ ഈ ഇല്ലീഗൽ ഡീലിന്റെ പിറകെയുണ്ട്. വി ആർ ഫ്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ദേ നിൽക്കണ സാറേ, നിങ്ങൾക്കുള്ള മുതല് ലേലം ഉറപ്പിച്ച് കൊണ്ടുപോയിക്കോ. സർ, ഐ ആം അഡ്വക്കേറ്റ് ജെയിംസ് ജോസഫ്. ഇതൊരു ഇല്ലീഗൽ ഡീൽ തന്നെയാണ്. പക്ഷേ വ്യാജരേഖയുണ്ടാക്കി ഈ പ്രോപ്പർട്ടി ഇവർക്ക് വിൽക്കാൻ ശ്രമിച്ചത് ഇയാളാണ്. അതിനുള്ള അഡ്വാൻസും കൈപ്പറ്റി. സത്യത്തിൽ മാലിക് ഞങ്ങളാണ് ചതിച്ചത്. കയ്യിൽ ഒറിജിനൽ വെച്ചുകൊണ്ട് ആരെങ്കിലും കള്ളപ്രമാണം ഉണ്ടാക്കുമോ സാറേ? ഈ പ്രമാണം ഉണ്ടാക്കിയത് വക്കീലിന്റെ കൂടെ വിരുന്നുണ്ടാമെന്ന പ്രമാണിമാർക്ക് വേണ്ടിയാണെന്ന് സാറ് ചോദിക്കേണ്ട പോലെ ചോദിച്ചാൽ വക്കീൽ പറഞ്ഞു. ജെയിംസേ, ഞങ്ങളെ കൂടി അറിയിച്ചിട്ടാണ് മിസ്റ്റർ മാലിക് ഇങ്ങനെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചത്. അപ്പൊ കച്ചവടം ഏതാണ്ട് തരം പറഞ്ഞ് ഉറപ്പിച്ച സ്ഥിതിക്ക് ബാക്കിയുള്ളവർക്കൊക്കെ കളമുണ്ട. എടാ, 10 ആളും കളിക്കാരുണ്ടെങ്കിൽ ഏത് നായിന്റെ മോനും ഒരു ദിവസം. പക്ഷേ ഇത് നിന്റെ ഒടുക്കത്തെ കളിയാണ്, ഓർമ്മയിൽ വെച്ചോ. ഇത് നമ്മ ഓങ്ങി വെച്ചിട്ട് കുറെ കാലവും ആക്കാം. നിങ്ങളെ നമ്മുടെ ബാപ്പയുടെ സ്ഥാനത്ത് കണ്ടുകൊണ്ടാണ് ഇത്രയും വൈകിയത്. ഇത് സീന് വേറെയാ. ഏത് സീനും ബായിക്ക് ഓക്കെയാണ് മുത്തേ.
അടുത്തത് ചെന്ന് തടയണോ പോടോ അപ്പു മാറിക്കേ സാറേ. അപ്പൊ നിക്കേ ഇതന്നെ നിക്കപ്പു ശ്യാമള സാറേ, എന്തോ പൊട്ടം കഴിവരെ ഇങ്ങോട്ട് ഇറക്കി വിട്. ഇല്ലെങ്കിൽ സ്റ്റേഷനകത്ത് കയറി ഞാൻ പെരുമാറുവേ. അപ്പു വെറുതെ ക്രമസമാധാനം കയ്യിലെടുത്ത് എന്റെ കൈ ചീത്തേക്കരുത്. ഇപ്പൊ ഒരുവനത് കയ്യിലെടുത്തിട്ട് ശരിക്ക് കിട്ടിയതേ ഉള്ളൂ. ഇനി നീയും കൂടി ആയാൽ എനിക്ക് താങ്ങാനാവില്ല. വീട്ടിൽ പോ. എന്റെ കുടുംബത്തേക്ക് ഞാൻ പറഞ്ഞയച്ച എന്റെ കൂട്ടുകാരനെ അവൻ തല്ലിച്ചതച്ചത്. അവനെ ഞാൻ വെറുതെ വിടില്ല. അവന്റെ നൊട്ടല് ഞാൻ തല്ലി ഓടിക്കും. അവൻ ഇങ്ങോട്ട് ഇറക്കി വിടു സാറേ. വെറുതെ അല്ല നാറി പൊട്ടനായി പോയത്. അവന് സംസാരിക്കാൻ കൂടി കഴിവുണ്ടായിരുന്നു. അവൻ ഈ ഭൂലോകം മുടിച്ചേനെ. എടാ അമ്പലം വിളിക്കേ, ഇറങ്ങി വേടാ. എടാ അമ്പലത്തിലെ കാശെടുത്തല്ലേടാ നീ നാട്ടുകാർക്ക് പലിശക്ക് കൊടുക്കുന്നത്. നിന്റെ കൊള്ളപ്പലിശ നാട്ടുകാരെ പ്രാക്കും കൊണ്ടല്ലേടാ നിനക്ക് കുട്ടികളുണ്ടാകാതെ പോയത്. നീ ജയിച്ചു എന്ന് വിചാരിക്കണ്ടടാ. നിനക്ക് ഇതിനു പകരം നല്ല അസല് പണി ഞാൻ തന്നിരിക്കും. അല്ലെങ്കിൽ എന്റെ പേര് അപ്പോന്നല്ലടാ. തൽക്കാലം നീ പോപ്പു. അവനുള്ള പണി ഞാൻ കൊടുത്തോളാം. താൻ ഒരുപാട് പുളുത്തു. നിങ്ങളൊക്കെ ഒരു കമ്പനിയാന്ന് എനിക്ക് അറിയാടൂ. താൻ എത്ര കാലം അവനെ അകത്ത് വെക്കുമെന്ന് എനിക്ക് അറിയണമല്ലോ. അവൻ ഇറങ്ങി കണക്ക് തീർത്തിട്ടേ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവുള്ളൂ. താൻ അവനോട് ചെന്ന് പറഞ്ഞേക്ക്. അവൻ വരുന്നൊന്നും കാത്ത ഞാൻ വീടിന്റെ ഉമ്മറത്തിരിപ്പുണ്ടെന്ന്. അൽഹംദുലില്ലാ. പണ്ടിതായി സ്ട്രീറ്റിലൊക്കെ ഇങ്ങനെ ഒരുപാട് തെണ്ടി അലഞ്ഞിട്ടുണ്ട് ഞാൻ. ഹോട്ടലിൽ ബിസിനസ് തുടങ്ങിയ കാലത്ത് പലിശയ്ക്ക് പണം തേടിയിട്ടേ അന്നിങ്ങനെ വാങ്ങിച്ച് ഇവിടുത്തെ ഈ കട്ട് ത്രോട്ട്സിന്റെ പിടിയിൽ പെട്ടുപോകുന്ന ഒരു അവസ്ഥ വന്നപ്പോ ഒരിക്കലും ഇതുപോലെ കൂടെ വന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്റെ അച്ഛൻ. വലൈക്കും. अरे भगवान, ये कौन? आइए ना रवि साहब. എത്ര കാലമായി ഭായ് കണ്ടിട്ട്. आओ ना यूसुफ. अरे ये चौकरी कौन है रवि साहब? आइए बेटी, जरा हाथ पकड़ना मेरा. पकड़ो ना. Come on, उठ जा. अच्छा. അതെ, മലയാളത്തിലൊരു ചൊല്ലുണ്ട്, അടി തെറ്റിയാൽ മാർവാടിയും വീഴുന്നു. സംസാ क्या? आप ठीक है ना? हाँ हाँ बिल्कुल ठीक है. പണ്ട് പലിശക്കടം എഴുതിത്തള്ളാൻ പകരം ഭാര്യയെ ഒരു രാത്രി കൂട്ടിന് വിടാമെന്ന് നിർദോഷമായെന്ന് ചോദിച്ചു പോയതിനെ ചെകിടടച്ച ഒരൊറ്റ പൊത്തുപൊത്തിയതാ ഒരു പട്ടാണി. ടാപ്പ് ഒറ്റയടിക്ക് 2 ചെവിയുടെയും 2 പീസായി പോയി ചേട്ടൻ്റെ. ഹലോ രവിജി. നല്ല പറ്റിയ ടീമാ. അയ്യോടി, വന്ന കാലത്ത് തന്നെ നിൽക്കുവാണോ? ഇരുന്നോട്ടെ. യൂസഫ് വിളിച്ച് പറഞ്ഞായിരുന്നു വരുന്നുണ്ടെന്ന്. ഇരി ഇരി കൊച്ചേ. കേട്ടോ കൊച്ചേ, ഇപ്പൊ കയറി അങ്ങ് ഭയങ്കര കോടീശ്വരനായി പോയാലുണ്ടല്ലോ, ഈ കൈയുടെ മൂടി വിടുന്ന. എന്റെ ഒരു വായ്പയും വാങ്ങിച്ചോണ്ടാ ചരക്കെടുക്കാനായിട്ട് ഫസ്റ്റിലത്തെ പോക്ക് ഇറാനിലോട്ട്. എന്നാ സാറേ, ശരിയല്ലയോ ഞാനീ പറയുന്നേ? രവി സാറിന് എന്നതാ ഒഴിക്കണ്ടേ? ലാർജ്? നത്തിങ്. അമ്മൂസ് എന്നല്ലയോ പേര്? രണ്ടായാലും ഒത്തതാ മോളെ. അമ്മൂസിനൊന്ന് ഒഴിക്കട്ടെ ലൈറ്റായിട്ട്, ഒരു ശകേലം. ഓക്കേ. കേട്ടോ ലാലാജി, ഭയങ്കര മുറ്റ് ഡാൻസിന്റെ ടീമായി കൊച്ച്. നമുക്കിതിനെ ഒന്ന് അങ്ങ് പൊക്കിയാലോ? ഹേയ് അല്ല, അടുത്ത ആഴ്ച അജ്മാലിൽ നമ്മുടെ വക ഒരു പാർട്ടി വെക്കുന്നുണ്ടേ. ബെല്ലി ഡാൻസ്, ആഫ്രിക്കൻ ഡാൻസ്. കൂട്ടത്തിൽ അമ്മൂസും കൂടെ ചുമ്മാ കയറി ഒന്ന് അരച്ച് കലക്കട്ടെ രവി സാറേ. കുച്ചിപ്പുടീസോ റിക്കാർഡ് ഡാൻസോ എന്ത് തന്നെ ആയാലും നല്ല എറിപ്പായിരിക്കും. അല്ലയോ ലാലാജി? മസാകനാ. രാജൻ, ഓണം തിരക്കുണ്ട്. നില്ലെന്നേ, ഒറ്റ മിനിറ്റ്. മോളെ, രാജൻ ജേക്കബ് മറ്റത്തിൽ M.Com, മറ്റത്തിൽ രായച്ചായ എന്ന് പറയും. മോക്ക് ഈ ദുബായിൽ എന്നാ കോപ്പ് വേണേലും ശരി, ചുമ്മാ ഇച്ചാന്റെ സെൽ നമ്പർ ഒന്ന് കറക്കിച്ചാ മതി. പെർഫ്യൂംസ് വേണോ? സെൽഫോൺസ് വേണോ? ഗോൾഡ് സൂക്കി പോണോ? രാജൻ, പേപ്പേഴ്സ് കൊണ്ടുവാ. കേറി സെൽഫിഷ് ആവില്ലേ സാറേ, ഞാനൊന്ന് എടുത്തോട്ടെ. കീപ് മൈ കാർഡ്. ഓക്കെ. വേണ്ട മോളെ, ദേ ഇതാണ് മോളുടെ അച്ഛൻ ഒപ്പിട്ട ചെക്കിന്റെ ഫോട്ടോസ്റ്റാറ്റ്. ഇതൊപ്പ്, ഇത് എമൗണ്ട് 5 lakhs dirhams. കേട്ടോ മോളെ, ബിസിനസ് ഇപ്പൊ ഭയങ്കര വലിച്ചിലായതുകൊണ്ടാ
ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ കേസിനും വഴക്കൊന്നും നിൽക്കാതെ മോളുടെ യഥം പോലെ ഉള്ളതായിട്ട് നന്നച്ചാൽ മതിയെന്ന് പറഞ്ഞാനേ ഈ രാഞ്ചായ. സോ ദിസ് ചെക്ക് ഈസ് ഫോർ 5 lakhs, right? അതെന്നാ ചോദ്യമാ രവി സാറേ? ദേ മുന്നിലെടുത്ത് തുറന്നു വെച്ചേക്കുമല്ലയോ, കാണാൻ മേലായോ? അപ്പോ എങ്ങനെയാ നമ്മുടെ പേയ്മെന്റ്? ചെക്കോ ക്യാഷോ അതോ മോള് നേരിട്ട്? രാജൻ, യെസ്. ഒരു 4,50,000 പല തവണകളായിട്ട് തിരിച്ചടച്ചു എന്നുള്ള റെസീറ്റും ഡീറ്റെയിൽസും ഉണ്ട് സ്വാമിനാഥൻ സാറിന്റെ അക്കൗണ്ട്സിൽ. യെസ്. പിന്നെ എങ്ങനെ വെറും 50,000 5 ലക്ഷം കൂടെ തന്നെ കണക്കിൽ? ചിലപ്പോ ഞങ്ങളുടെ ബിസിനസ്സിൽ അങ്ങനെ രവി സാറേ 50,000 5 ലക്ഷം ആയിരിക്കും. കേട്ടോ ലലാജി? ഇല്ലെങ്കിൽ ഇയാൾ ചത്തുപോയവരെ മാന്തി എടുത്ത് കോടതി കൊണ്ടുവന്ന് കൂട്ടുകയറ്റിയെടുത്ത് പറയിക്കട്ടെ എത്ര തന്നു എത്ര തന്നില്ലാന്ന്. എന്നാ അതെ, ദേ എവിടെ തന്ത ഒപ്പിട്ട ചെക്കാ ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ആരാന്ന് വെച്ചാ മര്യാദയ്ക്കുള്ള കാശെടുത്ത് മേശപ്പുറത്തോട്ട് ഇട്ടില്ലായെങ്കിലുണ്ടല്ലോ വിവരം അറിയും. കൊച്ചകത്ത് കിടക്കും, ഉണ്ടേം വെള്ളം തിന്നും. എന്നെ അത് കാണണോ രവി സാറിന്? യൂസഫ്, ഇതെന്റെ ചെക്കാണ് 50,000. ടേക്ക് ദിസ് ആൻഡ് ഗിവ് ദ ഒറിജിനൽ. ഓക്കെ, 50,000 ചെക്ക്. പിന്നെ ബാക്കിയോ? ബാക്കി ഞാനൊരു കത്ത് തരും, പോയി കളക്ട് ചെയ്താൽ മതി. കത്തോ? ഒരുമാതിരി ആളെടാ കത്ത്. നിന്റെ അപ്പൻ കന്നൊഴുകാരൻ ചാക്കോയുടെ പേർക്ക്. എന്താ വേണോ നിനക്ക്? നായേ, എടുക്കണ ചെക്ക്. അന്നെങ്കിൽ പോരുത്, ചുട്ടുകളയുന്നുണ്ട് ഞാൻ. കാശില്ലെങ്കിൽ വേണ്ടടാ. ദാ ഇവളോട് പറഞ്ഞീ ഇപ്പൊ നിന്റെ കൂടെ പൊറുക്കുന്നത് പോലെ നാളെ ഞങ്ങളുടെ കൂടെ വന്ന് മാറി മാറി പൊറുക്കാൻ പറയണ ഇവളോട്. മൊത്തത്തിലങ്ങ് എഴുതി തള്ളിത്തരാൻ ഞാൻ സകല കടവും. അടുക്കരുത്, അടുക്കരുത്, रवि जी मत मार। നായിന്റെ മോനെ, ഈ നിൽക്കുന്ന കിഴട്ട് മാർവാടിക്ക് പ്രായം തികയാത്ത സ്വന്തം പെങ്ങന്മാരുടെയും പെമ്പർനോത്തിന്റെയും പാവാട ചരടച്ചു കൊടുത്തിട്ട് 4 ചക്രം ഉണ്ടായപ്പോ നിനക്ക് ഏത് പെണ്ണിന്റെ മുഖത്ത് നോക്കി വില പറയണം, ഏത് പെണ്ണിനെയും കൂടെ പൊറപ്പിക്കണം. भगवान इसको छोड़ दो, इसको माफ कर दो। മാറി നിൽക്കണോ? പറടാ ചക്രം തരാൻ. देगा देगा अभी देगा, देखो मैं अभी चेक देता हूँ तुम्हारे। हे भगवान, ये लो चेक, ये लो। അവിടെ കിടപ്പണ എന്റെ ചെക്ക് ഫോർ 50,000. വേണമെങ്കിൽ എടുത്ത് നക്കാൻ നിനക്ക്. എടാ പുല്ലേ, നീ നോക്കിക്കോ, മറ്റത്തിൽ രാജനായി പറയുന്നത്. ദേ ഇത് ഞാൻ പകരം ചെയ്തില്ലെങ്കിലുണ്ടല്ലോ. അവന്റെ മറ്റടുത്ത രാജനെംകോ, അവന്റെ പെർഫ്യൂംസ്, അവന്റെ സെൽഫോൺ, അവന്റെ അപ്പന്റെ ഗോൾഡ് സൂക്ക്, ഒരൊറ്റ ചവിട്ടിന് നിന്നെ ഇവിടെ അങ്ങ് തീർത്ത് കളഞ്ഞാലുണ്ടല്ലോ. നിന്റെ അച്ഛയുടെ കിടക്കപ്പായവരെ നീ തീരെഴുതി കൊടുത്തിരിക്കുന്ന ഈ കിഴട്ട് പന്നിയെ പോലും കിട്ടില്ല എനിക്കെതിരെ സാക്ഷി പറയാൻ. പറയടാ, പകരം ചോദിക്കണോ നിനക്ക്? വേണ്ട, നോ പ്ലീസ്. മറ്റത്തിലെ രായൻ. പടച്ചോനെ, എന്തെത്താ അത്? നെറ്റി മുറിഞ്ഞിക്കണല്ലോ. വാസുട്ടിയെ ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സ് റോഡ് കിങ്ങാരി ചെയ്തതാ. അതിനോ മുന്നേ പോയില്ലേ? കുഞ്ഞാക്കട മുമ്പിൽ വേറൊരു കിങ് വേണ്ട, കൂട്ടണം. നിങ്ങളുണ്ടെങ്കിൽ നമ്മളും ഉണ്ട് നിങ്ങളവിടെ. മോനെ വണ്ടി കയറ്റി ആരാണ്ട. നിങ്ങൾ ഇറങ്ങിക്കോളി, കൂട്ടിയാ കൂടൂല.
ഇങ്ങോട്ട് ഇറങ്ങടാ. ഏതപ്പോ നേരം ഇന്നേരത്തെ തന്റെ വണ്ടി എങ്ങനെ എവിടെ എത്തി? അതിന് നമുക്കൊരു കളി വേറെ കളിക്കാണ്ട് അതവിടെ വെക്കട്ടെ. ഈ ചെക്കനെ ഈ ബസ് ഒന്ന് തള്ളിട്ടു. നാട് റോട്ടുമ്പിലും മനുഷ്യക്കുരുതികളാ നമ്മൾ പ്രൈവറ്റ് ബസ്സുകാരെ മത്സര ഓട്ടം കൊണ്ട് നടക്കണതേ. ഇവന്റെ കയ്യോ കാലോ ജീവനോ പോരുന്നെങ്കിൽ ഓന്റെ തന്തക്ക് നടക്കും. ഈ തിരിച്ചു കൊടുക്കും അവനെ. അത് ചോദിക്കാ ഓനെ തന്തയോ? അത് ഓക്കെ പോകാം. അങ്ങനെ അങ്ങ് ഷൈൻ ചെയ്ത് പോകാൻ പറ്റോ സുൽത്താനെ? കണ്ടീഷനുള്ള വണ്ടി ആകുമ്പോ റോഡിൽ ഓടി 10 കാശുണ്ടാക്കും. അങ്ങനെ ഓടാനേ അശോക റോഡ് എന്റെ തറവാട്ട് വകയല്ലല്ലോ. പിന്നെ എന്റെ വാപ്പാന്റെ വയ്യ. അശോക അനക്ക് വിളമ്പി വെച്ച് ഈ തിന്നു. മറ്റുള്ളവരുടെ കൈയിട്ട് വരാമെന്ന ചക്കര ആ കൈ ഞാൻ വെട്ടും ഉറപ്പാ. വെട്ടിയാ മുറിയാണ്ടിരിക്കാൻ ഉരുക്കൊന്നുമല്ല എന്റെ കൈ. 4 ഫുൾ ടിക്കറ്റിനും വേണ്ടിട്ട് റോട്ട് മലിട്ട് ഓടിക്കുകയും ചവിട്ടി തള്ളിട്ട് നെറ്റി പൊട്ടിക്കുകയും ചെയ്യണ ഈ മക്കളില്ലേ, ഇതൊക്കെ ആരാന്ന് എന്റെ വിചാരം? കണക്കൊന്നും ഇനി വലിയ വളർച്ചയിലൂടെ കൈ. ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ, ചെക്കർ, അങ്ങനെ 3-4 കഴിഞ്ഞ നമ്മളെ കഥ. ഇതൊക്കെ വളരാനുള്ള മക്കളാ. ഈ മക്കളെ വില മനസ്സിലാക്കാനേ തന്ത ആകണമെന്നില്ല, തന്തക്ക് ഉണ്ടായ മതിയോ. ആക്സിലേറ്റർ മേൽ കാലമർത്തി മുന്നോട്ട് പായുമ്പോ എപ്പോഴും ഒരു സടം വരയ്ക്കുന്ന സാധ്യത ഉണ്ടെന്ന് ഓർത്തോ. എത്ര വണ്ടി എങ്ങട്ടെല്ലാം പോയ റോഡാ മുന്നിൽ കിടക്കണത്. കാണാട്ടാ. വിളിക്കണ ഐജിയെ. എന്റെ പൊന്നു സാറേ, ഞാൻ നരേ വേണ്ട, ചുമ്മാ നാറാ നിക്കണ്ട. നായരെ പിടിക്കാൻ ഇങ്ങോട്ട്. സാറേ കാര്യം എന്തായാലും ഇനി തൊട്ടുപോരുതി പാവത്തിന്. ഹലോ 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 സാർ 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 ഒറ്റ മിനിറ്റ് സാർ. മാറാൻ അയ്യോ വേണ്ട സാറേ, വിട്ടേക്ക് സാറേ. സാർ കഷ്ടം. ഇനി ആർക്കെങ്കിലും ഉണ്ടോ കിട്ടാൻ? ഇവൻ പിടിച്ചു പറിച്ചത് തനിക്കുണ്ടോ? ഉണ്ട് സാർ, പക്ഷെ വേണ്ട, കൊണ്ടുപോയി തിന്നട്ടെ പട്ടി. പോയിക്കോട്ടെ സാറേ, കുഞ്ഞുങ്ങൾക്കുള്ള കഞ്ഞിക്കാശാ വണ്ടിയിൽ. വലിയ ഉപകാരം. പോയിക്കോട്ടെ. കണ്ടില്ലേ, അഷ്ടിക്ക് വകയില്ലാത്തവനാണെങ്കിലും ആത്മാഭിമാനമുണ്ട്. തന്തയ്ക്ക് പറഞ്ഞ ഗുണമുണ്ട്. നിനക്ക് അതില്ലാതെ പോയി. I pity not you but this attire, this uniform. പൊതുഖജനാവിന്ന് പണമുടക്കി സർക്കാർ ഇതിങ്ങനെ ഇസ്ത്രീയിട്ട് സ്തംഭം കുത്തി തരുന്നത് ഇവരെ പോലെയുള്ള പട്ടിണിപ്പാവങ്ങളെ നടിറോട്ടിലിട്ട് ചവിട്ടിപ്പിഴിഞ്ഞ് കുത്തിക്കവർച്ച നടത്താനല്ല, സംരക്ഷിക്കാൻ. ജനങ്ങളുടെ സ്വത്തും ജീവനും സ്വൈര ജീവിതവും സംരക്ഷിച്ച് പിടിക്കാൻ. അതാണ് പോലീസ്. അതാവണമടാ പോലീസ്.
എന്തേനു സാറേ പെട്രോൾ തീർന്നോ? തീർന്നതല്ലടാ, തീർത്തതാ. എവിടെടാ ബെല്ലാരി രാജ? ഞാൻ ഇവിടെ ഉണ്ട് സാറേ. ഒന്ന് ഇറങ്ങണം. എന്തൊരു സാറേ കാര്യം? കാര്യം പറഞ്ഞാലേ നീയൊക്കെ ഈ പേടത്തിൽ നിന്ന് ഇറങ്ങൂ. കാര്യങ്ങൾ പറഞ്ഞാലും ഇറങ്ങും, കാര്യങ്ങൾ പറയാനും ഇറങ്ങും. ഇപ്പൊ ഞാൻ വേറൊരു കാര്യത്തിന് വേറൊരു വഴിക്ക് പോവേണ്ട. തൽക്കാലം നീ ആ വഴിയൊന്ന് മാറ്റി പിടിച്ചേ. ഇപ്പോ നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോകാം. ഏത് സ്റ്റേഷനാണ് സാറേ? റെയിൽവേ സ്റ്റേഷനാ അതാ പോലീസ് സ്റ്റേഷനാ? അല്ല, റേഡിയോ സ്റ്റേഷൻ. ഇങ്ങോട്ട് ഇറങ്ങണം. സാറ് പുലിയായിരുന്നല്ലേ? എടാ നീ ആരായി? പ്ലീസ്. എന്താ സാർ പ്രശ്നം? എന്താണ് ഇദ്ദേഹത്തിന് എതിരുള്ള പരാതി? ഒരു ഡീറ്റെയിൽസും പറയാതെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്ന് പറഞ്ഞ ഇതൊക്കെ പറയാൻ നീ ആരാ? ഇദ്ദേഹത്തിന്റെ മാനേജർ. അത് കൊള്ളാം. കള്ളനും കൊള്ളക്കാരന്മാർക്കൊക്കെ മാനേജർമാർ. മൈൻഡ് യുവർ വേർഡ്സ്. പന്നീന്റെ മോനെ, പോലീസിന്റെ മുഖത്ത് നോക്കി വിരലുകൊണ്ട് സംസാരിക്കുന്നു. അടിക്കല്ലേ സാറേ, അടിക്കല്ലേ. എവ എന്തോരോ സാറിനോട് ഇംഗ്ലീഷിൽ പറയും, സാറിന് പിടികിട്ടിയില്ല. അത്രയല്ലേ ഉള്ളൂ. ഡേഡേ ഇനി മേലെ എന്റെ കൂടെ ചോദിക്കാൻ സാറിനോട് ഇംഗ്ലീഷ് പറഞ്ഞാലുണ്ടല്ലേ അമ്മച്ചാണ് ചട്ടുവാൻ പിടിപ്പിച്ച് ചന്തിയിൽ വെച്ചിരുങ്ങട്ടെ. പോയി 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 പോടാ. ചീളിപ്പാലി പോട്ടെ സാറേ. എന്താടാ വർക്കിച്ച എന്തേലും ഒരു 500 രൂപ ഞാൻ എടുത്താണ്. സാറേ, സാറിന്റെ ആ വരക്കവും ഷഡംബ്രയെക്കൊട്ടുള്ള നൃത്തക്കവും കണ്ടപ്പോഴേ എനിക്ക് സംഗതി കത്തിയേട്ടാ. എന്ത് ആരെയും പറഞ്ഞു വിട്ടേരിക്കുമെന്ന്. ജോലി എന്തരായാലും കൂലിയാണല്ലോ പ്രധാനം. ഇത് ഞങ്ങൾ പാത്തേച്ചോടക്കാരുടെ ഒരു രീതിയാണ് കേട്ടാ. സ്വാർത്ഥ കൊണ്ട് പൊത്തി കച്ചവടം ഉറപ്പിക്കല്. സാറിന് പിടിക്കും. 500 രൂപയുണ്ട്. നാട്ടുകാരുടെ മുമ്പിൽ വെച്ചാൽ നീ എന്റെ കച്ചവടം ഉറപ്പിക്കും അല്ലടാ നിന്നെ. ഇതാണ് ഈ പേലയുള്ള ഒരു കാര്യം. പണം കൊടുക്കണന് അവിടെ വെച്ച് തന്നെ പണി കൊടുക്കണത് കണ്ണന്തിരി തന്നെ. എന്തായാലും ഒരു കാര്യം തീരുമാനമായിട്ടാ. ഒന്നിൽ സാർ എന്നെ കൊണ്ടുപോകും, അല്ലെങ്കിൽ കൊണ്ടിട്ട് പോകും. രണ്ടായാലും മാനക്കേട്. അതുകൊണ്ട് സാറേ നമുക്ക് പോവാം. വർക്കിച്ച വണ്ടി അടിക്കും. ഇതിലല്ല അതില്. തള്ളേ പിന്നെ മുട തുടങ്ങി. അതിലല്ല സാറേ, ഇതില്. നല്ല 1-ാം നമ്പർ വണ്ടിയാണ്. ലക്ഷങ്ങൾ തോനെ എണ്ണി കൊടുത്ത് വാങ്ങിച്ചാണ്. സാറുടെ കയറിക്കോളി. നമുക്ക് നല്ല കിട്ടില്ല AC എല്ലായിട്ട് കുളിരൊക്കെ കൊണ്ട് പാട്ടുകളൊക്കെ ആയിട്ട് പൊളപ്പനായിട്ട് പോവാ. വർക്കിച്ച നമ്മുടെ വണ്ടിയിൽ നെങ്കിനുള്ളിൽ നീയാണ് തേനാണ് കുളിരാണ് ഫാത്തിമ പാട്ടുകളൊക്കെ ഇല്ലേ? കഴിവേറിയുടെ മോനെ, നിന്നെ പോലൊരു പരമകള്ളനെ സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ തമിഴ്നാട് സർക്കാരിന്റെ പോലീസ് ചീഫൊക്കെ സെൻട്രലൈസ് രേസിയാക്കണം. നിന്നെ ഈ സർക്കിൾ വിക്രമൻ ഈ വണ്ടിയെ തന്നെ കൊണ്ടുപോകും. ഇങ്ങോട്ടേക്കടാ, വലത്താട്ടേക്കടാ, വലത്താട്ടേക്കടാ പന്നി. ഇങ്ങനെ ഒരു സിനിമാക്കൾ ഇവിടെ വെച്ച് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരു പരാതി കടലാസുരം ചോദിക്കാൻ നിന്നോടെ കെട്ടിയെടുക്കാന്ന് വിചാരിച്ചത്. അപ്പൊ നിനക്ക് കലിപ്പിളവി. ഇനി ഞാൻ നിന്നോട് വരണമെങ്കിൽ ആ കിടുതാപ്പുഴല്ലാടുത്ത് എന്റെ വീടിന്റെ നടന്ന് ഈ 10 പ്രാവശ്യം കയറി ഇറങ്ങണം. ഇപ്പൊ ഞാൻ ഇറങ്ങിയത് വേറൊരു വഴിക്കാണ്. ഈ ബെല്ലാരി രാജ ഒരു വഴിക്ക് ഇറങ്ങണമെന്ന് നിരൂപിച്ച ആ വഴിക്ക് തന്നെ പോകും. അതാണ് ചീലം. ഉള്ള മസിലും പെരുപ്പിച്ച് കള്ളനും പോലീസും കളിക്കാൻ ഇറങ്ങിയിരിക്കുക. ഓ മജീദേ, ഇവിടെ വാടാ. എന്റെ ചായ ആരാടാ ഈ മൻസൂർ? ഹലാക്കായല്ലോ പഠിച്ചോനെ. അതെ, നിങ്ങളോട് ചെറിയ കാര്യങ്ങളൊന്നും വന്ന് പറയുന്നതെന്നാണ് ഞാൻ ഇവനോട് ആ ചന്ദ്രനായരോടും. നിങ്ങളോട് കളി പഠിക്കാൻ തിരക്കാനായിട്ടില്ല മൻസൂർ. ഓ മഹാപരക്ക് കളി തമാശക്കാരൻ. എന്റെ പണിക്കാരന്റെ കൈയും കാലം തല്ലി ഓടിക്കുന്നത് കളിതമാസ അവന്. നിങ്ങളത് വിട്ടാലിന് ഇത് ഓന്റെ നാവ് തൊള്ളേ കിടക്കാൻ കിട്ടിയതാ. ആദ്യ മുഖം എടുത്തോടെ നിങ്ങൾക്കും കിട്ടിയില്ല കുഞ്ഞാപ്പിട്ടിക്ക. എന്നിട്ട് നോണം കെട്ടും. അറിയാമല്ലോ എല്ലാവർക്കും. വെറും കൈയോടെ ഹമരിയാപ്പൂർത്തി വന്ന് പെട്ടവനാ രവി. ഈ കടവിൽ പലചരക്കും പച്ചക്കറിയും തോളെ ചുവന്ന് ഇവിടെ നിന്ന് ആ കച്ചവടത്തിൽ രവിയുടെ തുടക്കം. അത് മറക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാ ഇന്നും ഈ പോർട്ടിലെ കച്ചവടം രവി ഇങ്ങനെ കൈയടക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും ഞാനത് വിട്ടുതരാം. വെറുതെ നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും കച്ചവടത്തിൽ എന്നോട് പങ്കുചേരാം, മത്സരിക്കാം. പക്ഷെ ഇന്നലെ വന്നിറങ്ങിയ ഒരുത്തൻ ഇവിടുത്തെ ലാഭത്തിന്റെ 50% മുതൽ മുടക്കൊന്നുമില്ലാതെ പങ്ക് വേണമെന്ന് ദാദാപ്പീസ് ചോദിച്ചാൽ അതൊരല്പം ബുദ്ധിമുട്ടാ രവിക്ക്. ഒരു ലേശം. ഇന്ന് രാവിലെ തീരുമാനം അറിയിച്ചില്ലെങ്കിൽ അവനെന്തോ ചെയ്തു കളയുന്നല്ലേ ഭീഷണി. ഞാനിവിടെ വന്നു പോയെന്ന് പറയണവനോട്. ഇനി എവിടെ ഉണ്ടാവുമെന്നും കേട്ടല്ലോ എല്ലാരും. പോട്ടടാ, പോട്ടെ കുഞ്ഞാട്ടിക്ക. ഓർമ്മ വേണം എന്റെ കാര്യം. ശരി, പെട്ടേക്ക്.
അല്ല രക്ഷപ്പെട്ട്. കുഞ്ഞാപ്പിട്ടിക്കാ ഓം വരുന്നുണ്ട്. മജീദിനെ തച്ച മൻസൂർ. ഈ ഒറ്റ ഒരുത്തനാണ് ഇതിനൊക്കെ. आ गया साला मेजर साहब. मैं जानता था कि तू जरूर इधर आएगा. बड़ा हिम्मत वाला है ना तू. बोलिए मेजर साहब, എന്ത് തീരുമാനിച്ചു? भाई साहब आप मेरा बात सुनो. സാറേ മൻസൂർ, കച്ചവടത്തിൽ കൊള്ളപ്പങ്ക് പിടിച്ചു പറിക്കാൻ നിന്നെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചവൻ ആരായിരുന്നാലും ശരി, അവനോട് ചെന്ന് പറഞ്ഞേക്ക്, ദാ ഈ കോട്ടും സൂട്ടും ഇട്ടുപോയെന്നേ ഉള്ളൂ, തണ്ടല്ലൂരി കഴുത്തിൽ ടൈ കെട്ടിയിട്ടില്ല രവി. സംശാ अबे मलबारी, अगर तुझे मालूम पड़ेगा ना कि मुझे किसने यहाँ भेजा है तो खड़े खड़े तेरा पिसाब निकल जाएगा बे. ഒന്ന് മതിയാക്കി. നമ്മളെ നാട്ടിലെ പോലീസ് അല്ല ദുബായില്. നിങ്ങൾ എത്ര വലിയ ആളായാലും തെറ്റും കുറ്റം ചെയ്ത ശിക്ഷ ഉറപ്പാ അവിടെ. വിട്ട് കളയുന്നു. रवि ये क्या हो रहा है? ദുബായിൽ വന്നിറങ്ങിയിട്ട് മൻസൂറിന്റെ മൊബൈലിലേക്ക് 2 തവണ ഇവിടെ ഫോൺ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ നിന്ന്. അഞ്ജലി ഭക്തിയാറിന് വിലയ്ക്ക് വാങ്ങിക്കാനുള്ള പടക്കൊന്നും ഇവനില്ല. ഹീസ് ഓൺലി ലോക്കൽ കോൺടാക്ട്. Hey, what is this? What are you talking about? നിന്നെ ഒന്ന് കെട്ടിച്ചു കൊടുത്താലോ എന്ന് ആലോചിക്കാം ഈ പന്നിക്ക്. യൂസഫ്, നീ ചന്ദൻ ബാപ്പയെ വിളിച്ചിട്ട് ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നുകൂടെ ഒന്ന് കിളച്ചു നോക്കാൻ പറയണം. ഗിവ് ഹിം 24 hours. ദാ വിവരങ്ങൾ എത്തുന്നവരെ ഇവിടെ നിന്റെ പിടിയിൽ തന്നെ ഉണ്ടാവണം, സേഫ് ആയിട്ട്.